ഒരു കൊച്ചു പെൺകുട്ടീനെ ആ കുട്ടിയുടെ അച്ഛനാണെങ്കിൽ കുറെ അധികം വർഷം, ഏകദേശം 17-18 വർഷം ഒരു വീട്ടിൽ അടച്ചിട്ടാണ് വളർത്തിയിരുന്നത്. ഈ പെൺകുട്ടിക്ക് പുറത്തു പോകണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. അച്ഛനോട് എന്തിനാ എന്നെ ഇവിടെ പൂട്ടിയിട്ടിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ പുറത്ത് ഒരുപാട് മൃഗങ്ങളുണ്ട്, അതുകൊണ്ടാണ് കുട്ടീനെ പുറത്തു വിടാത്തതെന്ന് അച്ഛൻ പറയും. അങ്ങനെ ഒരു ദിവസം ഈ കുട്ടി അപ്രതീക്ഷയായിട്ട് പുറത്തെത്തിപ്പെടും. അവൾ അവിടെ കാണുന്ന സംഭവങ്ങളൊക്കെ ഞെട്ടിക്കുന്ന കാര്യങ്ങളായിരുന്നു. ആ അച്ഛൻ എന്തിനായിരിക്കും ആ കുട്ടീനെ അവിടെ പൂട്ടിയിട്ടിട്ടുള്ളത്? ഇനിയിപ്പം അച്ഛൻ പറഞ്ഞത് കണക്ക് പുറം ലോകത്ത് മൃഗങ്ങൾ ഉണ്ടായി കാണോ, ഭീകരമായിട്ടുള്ള മൃഗങ്ങൾ? അതൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ? ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2018 പുറത്തിറങ്ങിയ ദ വൈൽഡ്ലിങ്സ് എന്ന് പറയുന്ന മൂവിയാണ്. എന്നാ പിന്നെ നമുക്ക് അതിലോട്ട് പോയാലോ? അതിനു മുമ്പ് ലൈക്ക് ചെയ്യാത്തവരൊന്ന് ലൈക്ക് ചെയ്തേക്കൂ, അതുപോലെ ഹൈപ്പ് ചെയ്ത അത്രയും ഉപകാരം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. സിനിമയുടെ തുടക്കത്തില് ഒരു പ്രായമായിട്ടുള്ള ഒരു മനുഷ്യൻ ഒരു കൊച്ചു പെൺകുട്ടി എടുത്ത് കഥ പറഞ്ഞു കൊടുക്കുകയാണ്. പുറത്ത് ഒരുപാട് മൃഗങ്ങളുണ്ട്, അതും ഭീകരമായിട്ടുള്ള മൃഗങ്ങളാണ്, അത് മനുഷ്യരെ ഉപദ്രവിക്കും, അതുകൊണ്ട് തന്നെ പുറത്തോട്ട് പോകാൻ പറ്റില്ല എന്ന്. ഇതൊക്കെ കേട്ടുകൊണ്ട് ആ പെൺകുട്ടി പേടിച്ച് അവിടെ കിടപ്പുണ്ട്. കഥ പറഞ്ഞു കൊടുത്തിട്ട് ആ മനുഷ്യൻ അവിടെ നിന്ന് പോവാണ്. ആ മനുഷ്യൻ മറ്റാരുമല്ല, ആ പെൺകുട്ടിയുടെ അച്ഛനാണ്. അച്ഛൻ പോയതിനു ശേഷം ആ പെൺകുട്ടി ഒരുപാട് പേടിച്ച് അവിടെ കിടക്കുന്നുണ്ട്. പെൺകുട്ടിയുടെ പേര് അന്ന എന്നാണ്, നമുക്ക് അന്ന എന്ന് തന്നെ പറയാം. പിറ്റേ ദിവസം അന്ന രാവിലെ തന്നെ ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ട് പുറത്തോട്ട് നോക്കി നിൽക്കും. അച്ഛൻ അറിയാതെ ഒരു ടേബിളൊക്കെ പിടിച്ചു വെച്ച് അതിന്റെ മണ്ടേ കയറി നിന്നിട്ടാണ് നോക്കുന്നത്. അച്ഛൻ വരുന്നത് ദൂരെ നിന്ന് ഈ പെൺകുട്ടിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. തടി കൊണ്ടുണ്ടാക്കിയ വീട് കൊണ്ടാവണം അങ്ങനെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അച്ഛൻ വരുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ആ ടേബിൾ മാറ്റിയിടും. സാധാരണ പോലെ കട്ടിലിൽ പോയിരിക്കുകയാണ്. പിന്നീട് അച്ഛൻ വന്ന് കുട്ടീനെ വിളിച്ചുകൊണ്ട് കുളിപ്പിക്കും. അതുപോലെ തന്നെ സ്റ്റെതസ്കോപ്പ് വെച്ച് ഹാർട്ട് ബീറ്റ് നോക്കുന്നുണ്ട്. അതെന്തിനാ അങ്ങനെ നോക്കുന്നതെന്ന് അറിയാൻ പാടില്ല, പക്ഷെ നോക്കുന്നുണ്ട്. സാധാരണ ഒരാളുടെ സ്റ്റെതസ്കോപ്പ് ഒന്നും കാണൂലല്ലോ. എന്തായാലും അങ്ങനെ ഒരു ദിവസം അന്ന റൂമിലിരിക്കവേ പുറത്തുനിന്ന് ഒരാൾ സംസാരിക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. അച്ഛൻ അന്നയോട് പറഞ്ഞിട്ടുള്ളത് ഈ ഭൂമിയിൽ രണ്ടുപേര് മാത്രമേ ഉള്ളെന്നാണ്. എന്നാൽ പുറത്തുനിന്ന് ഒരു ആണിന്റെ ശബ്ദം കേൾക്കാം. ഒരാണ് അച്ഛനോട് സംസാരിക്കുന്ന ശബ്ദം. അയാൾ പറയുന്നത് നിങ്ങളൊന്ന് ഞങ്ങളുടെ കൂടെ വരണം, ഇങ്ങനെ ആയാൽ പറ്റൂലെന്നാണ്. എന്നാൽ അച്ഛൻ പറയും എനിക്ക് വരാൻ പറ്റത്തില്ല, ഞാൻ റിട്ടയർ ആയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ വരാൻ പോകുന്നില്ല എന്ന്. അന്നയ്ക്ക് ഇത് ആരാണെന്ന് മനസ്സിലാക്കണം, അതുകൊണ്ട് തന്നെ അന്ന പതിയെ ഡോറിന്റെ അങ്ങോട്ട് നടന്നു ചെല്ലും. അവള് ചെന്നിട്ട് ഡോറ് തുറക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അവളെ ഡോറിൽ നിന്ന് ഷോക്ക് അടിക്കുന്നുണ്ട്. കാരണം അച്ഛൻ സെറ്റ് ചെയ്ത് വെച്ചാണ്. പിന്നീട് അച്ഛൻ വന്ന് അന്നേനെ സമാധാനപ്പെടുത്തും. അവളുടെ കൈയൊക്കെ പിടിച്ച് തടവി കൊടുക്കുകയാണ്. ഷോക്ക് അടിച്ചതല്ലേ? അച്ഛൻ പറയും ഇതെന്തിനാ എങ്ങനെ ചെയ്തതെന്ന് അറിയാമോ? പുറത്ത് ഒരുപാട് ഭീകരപ്പെട്ട ജീവികളുണ്ട്. ആ ജീവികള് വീട്ടിന്റെ അകത്ത് കയറാതിരിക്കാനാണ്, മോളുടെ റൂമിൽ കയറാതിരിക്കാനാണ്, മോൾക്ക് അപകടം പറ്റാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ഇത് പറഞ്ഞ് കുട്ടീനെ സമാധാനപ്പെടുത്തും. അന്ന ഇതൊക്കെ വിശ്വസിക്കുന്നുണ്ട്. അന്ന അച്ഛനോട് ചോദിക്കും നേരത്തെ പുറത്ത് ആരാ അച്ഛനുമായിട്ട് സംസാരിച്ചത്? എന്നാൽ അച്ഛൻ അത് പറഞ്ഞു കൊടുക്കുന്നില്ല, പകരം ആരും ഇല്ലെന്നാണ് പറയുന്നത്. അന്നയ്ക്ക് വിശ്വാസം വരുന്നില്ല. അതുകൊണ്ട് തന്നെ അച്ഛൻ ഒരു തീപ്പെട്ടി എടുത്തിട്ട് അതിനെ കത്തിക്കുന്നുണ്ട്. അന്നയുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് ഈ ലോകത്ത് മറ്റാരും ഇല്ല, ഞാനും നീ മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ള മനുഷ്യരെ എല്ലാം ആ ഭീകരജീവി കടിച്ചു കൊന്നു കളഞ്ഞു, എല്ലാരെയും കൊന്നു, നമ്മൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ, നിനക്ക് പുറത്തു പോകാൻ പറ്റില്ല, അച്ഛന് മാത്രമേ പുറത്തു പോകാൻ പറ്റൂ, കാരണം അച്ഛൻ വലിയ ആളാന്ന് പറഞ്ഞിട്ട് അവളെ ഹിപ്നോട്ടൈസ് ചെയ്യുന്ന പോലെ ആ തീപ്പെട്ടി കത്തിച്ച് അവളോട് സംസാരിക്കുന്നുണ്ട്. ഇത് കണ്ട് അവൾ ഉറക്കത്തിലോട്ട് പോവുകയാണ്. അങ്ങനെ ഒരു ദിവസം അന്നയുടെ ബർത്ത്ഡേ വരെയാണ്. അവൾക്ക് 1 വയസ്സൂടെ കൂടിയിട്ടുണ്ട്. അച്ഛൻ വന്ന് അവൾക്ക് കേക്ക് കൊടുക്കും. അതൊക്കെ ഊതി അണച്ചതിന് ശേഷം അവളുടെ ഗിഫ്റ്റ് കൊടുക്കുകയാണ്. ഒരു ഹാംസ്റ്റർ കുഞ്ഞാണ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത്. പിന്നീട് ആ ഹാംസ്റ്റർ കുട്ടിയായിട്ടാണ് അവളുടെ കളി. പഴയതുപോലെ തന്നെ അവൾ ജനൽ വഴി പുറത്തോട്ട് നോക്കി നിൽക്കും, കൂടെ തന്നെ ഹാംസ്റ്ററും ഉണ്ട്. അങ്ങനെ അടുത്ത ബർത്ത്ഡേ ആവുകയാണ്. അതും കഴിഞ്ഞ് കുറച്ചു നാളൂടെ പോകുമ്പോൾ ഈ അന്നയുടെ ഭക്ഷണം കഴിക്കുന്ന രീതി കണ്ടിട്ട് അച്ഛൻ പേടിച്ച് നോക്കി നിൽക്കുന്നുണ്ട്. എന്തോ ഒരു രീതിയിൽ അന്ന വെജിറ്റബിൾസ് ഒക്കെ മാറ്റി വെച്ചിട്ട് ചിക്കൻ മാത്രമാണ് കഴിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് അറിയാൻ പാടില്ല. അങ്ങനെ പിന്നെയും കുറെ നാൾ കടന്നു പോകുമ്പോൾ അന്നയ്ക്ക് ഒരുപാട് പ്രായമായിട്ടുണ്ട്. ഒരുപാട് മീൻസ് 1-2 വയസ്സ് കൂടിയിട്ടുണ്ട്. അന്നയുടെ ഹാംസ്റ്റർ കുട്ടി അന്നേ ദിവസം മരിച്ചുപോയി. അച്ഛനെ വിളിച്ച് കാര്യം പറയും. അച്ഛൻ വന്ന് ഹാംസ്റ്റർ കുട്ടീനെ അവിടെ നിന്ന് എടുത്തോണ്ട് പോവാണ്. ആ സമയം അച്ഛൻ അന്നയോട് ഒരു കാര്യം പറയും. ഈ കൊണ്ടുപോകുന്ന ഹാംസ്റ്ററിനെ ഒരു സ്ഥലത്ത് കുഴിച്ചിടും. പിന്നീട് അവിടെ ഒരു മരം കിളിച്ചു വരും. അതിൽ നിന്ന് ഈ ഹാംസ്റ്റർ കുട്ടി വളർന്നു വരും. ആ മരത്തിൽ നിന്ന് ഹാംസ്റ്റർ കുട്ടി വളർന്നു വരും. അതിനെ പിച്ചിക്കൊണ്ട് വന്നാൽ മതി എന്ന് അന്നയോട് കള്ളം പറയുന്നുണ്ട്. അത് കൊച്ചുകുട്ടിയല്ലേ, അതുകൊണ്ട് തന്നെ അത് വിശ്വസിക്കുന്നുമുണ്ട്. അച്ഛൻ എന്തിനാ ഇങ്ങനെ കള്ളം പറഞ്ഞെന്ന് നമുക്ക് മുൻപോട്ട് പോകുമ്പോൾ മനസ്സിലാക്കാം. അന്ന് രാത്രി അന്ന കിടന്നുറങ്ങുമ്പോൾ ഒരു പ്രത്യേകതരം സ്വപ്നം കാണുന്നുണ്ട്. ഒരു മൃഗം ഏതോ ഒരു മനുഷ്യനെ കടിച്ചു കീറുന്നതായിട്ട്. അത് സാധാരണ മൃഗമൊന്നുമല്ല, ഒരു പ്രത്യേകതരം മൃഗം, വലിപ്പമുള്ള ഒരു മൃഗം. അത് പോയി അന്ന ഒളിച്ചു നിന്ന് കാണുന്നുണ്ട്. അന്നയോട് അച്ഛൻ പറയാറുള്ള ആ മൃഗം തന്നെ. പിറ്റേ ദിവസം അന്നയ്ക്ക് പീരീഡ്സ് ആയിട്ടുണ്ട്. അവൾക്ക് അത്യാവശ്യം പ്രായമായിട്ടുണ്ട്. എന്നാൽ അച്ഛനെ വിളിച്ച് കാണിക്കുമ്പോൾ അച്ഛൻ അവളോട് നിനക്ക് അസുഖമാണെന്നാണ് പറയുന്നത്. പീരീഡ്സ് ആണെന്ന് ആ കുട്ടിയോട് പറഞ്ഞു കൊടുക്കുന്നില്ല. അവൾക്ക് അസുഖം ബാധിച്ചതാണ്, എന്തോ ഒരു അസുഖം വന്നിട്ടാണ് ബ്ലഡ് സ്റ്റെയിൻ ആയി എന്ന് കള്ളം പറയുന്നുണ്ട്. ആ കുട്ടിക്ക് അത് അറിയാത്തത് കൊണ്ട് തന്നെ അച്ഛൻ പറയുന്നത് വിശ്വസിക്കുന്നുണ്ട്. അന്ന് മുതൽ ഇദ്ദേഹം അന്നയുടെ വയറ്റിൽ ഒരു പ്രത്യേകതരം മരുന്ന് കുത്തിവെക്കുന്നുണ്ട്. അസുഖത്തിനാണെന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയുടെ പീരീഡ്സ് വന്നതുകൊണ്ട് തന്നെ അതിന് അസുഖമാണെന്ന് കള്ളം പറഞ്ഞിട്ട് ഇയാൾ എന്തോ ഒരു മരുന്ന് അന്നയുടെ ദേഹത്ത് കുത്തിവെക്കുന്നുണ്ട്. അന്നയ്ക്ക് അത് കുത്തിവെക്കുന്ന സമയത്ത് ഒരുപാട് വേദനിക്കുന്നുണ്ട്. എന്നാൽ അച്ഛൻ പറഞ്ഞതല്ലേ, അതുകൊണ്ട് തന്നെ അവൾ നിന്നുകൊടുക്കുകയാണ്. കട്ട് ചെയ്താൽ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് കാണിക്കുന്നത്. അന്നയ്ക്ക് ഇപ്പം ടീനേജ് പ്രായമായിട്ടുണ്ട്. അവളുടെ വയറ്റിൽ മൊത്തം സിറിഞ്ച് കുത്തിയതിന്റെ പാടാണ്. ഡെയിലി ആ മരുന്ന് എടുക്കണം. ഇത്രയും വർഷം
വർഷം ഡെയിലി ആ മരുന്ന് എടുക്കുന്നുണ്ടായിരുന്നു. വയറ്റിൽ കുത്തിയിട്ട് ആ മരുന്ന് എടുക്കുന്നുണ്ടായിരുന്നു. ഇന്നേ ദിവസം അന്നയുടെ ബർത്ത്ഡേ ആണ്. അതുകൊണ്ട് അച്ഛൻ കേക്കൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അന്നയോട് കേക്കില്ല, മെഴുകുതിരി ഊതിക്കെടുത്താനായിട്ട് പറയുമ്പോൾ അന്നയ്ക്ക് എണീക്കാനായിട്ട് താല്പര്യമില്ല. ഇത്രയും നാള് ഇവിടെ വളർന്ന് വലുതായതാണ്. അവൾക്ക് ഇനി ഇങ്ങോട്ട് മുമ്പോട്ട് പോകാനായിട്ട് കഴിയുന്നില്ല. ഡിപ്രഷൻ അടിക്കുകയാണ്. അച്ഛനോട് എന്നെ ആ സ്ഥലത്തോട്ട് അയക്കൂന്ന് പറയും. അതായത് അവളുടെ ഹാംസ്റ്റർ പോയ സ്ഥലമില്ലേ, സ്വർഗമാണ് ഉദ്ദേശിക്കുന്നത്, ആ ഒരു നല്ല സ്ഥലത്തോട്ട് അയക്കാനായിട്ട് പറയും. എന്നാൽ അച്ഛനെ കൊണ്ട് കഴിയുമെന്നറിയാൻ പാടില്ല. അയാൾ ഇരുന്ന് വിഷമിക്കുകയാണ്. അന്നെ വിഷമിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞില്ലേ, അവൾക്ക് മുൻപോട്ട് തുടർന്നു പോകാനായിട്ട് താല്പര്യമില്ല. കാരണം ഒരു വല്ലാത്ത ജീവിതമാണ്. അവൾ ആകെ ജീവിതമൊക്കെ മടുത്തു പോയിട്ടുണ്ട്. അച്ഛനോട് അവൾ ആ നല്ല സ്ഥലത്തോട്ട് അയക്കാമോ എന്ന് ചോദിക്കും. മരണം കഴിഞ്ഞിട്ടുള്ള സ്വർഗത്തിലോട്ട്. അച്ഛനും ആകെ വിഷമായിട്ട് ഒരു തോക്കെടുത്തോണ്ട് വന്ന് അന്നയുടെ നേരെ ചൂണ്ടുന്നുണ്ട്, അന്നേനെ ഷൂട്ട് ചെയ്ത് കൊല്ലാനായിട്ട്. എന്നാൽ അച്ഛനെ കൊണ്ട് കഴിയുന്നില്ല. അച്ഛൻ നിന്ന് കരഞ്ഞതിന് ശേഷം അന്നയുടെ അടുത്ത് വന്നിരിക്കും. അന്നയുടെ മുമ്പിൽ വെച്ച് തന്നെ സ്വന്തം തലയിൽ ഷൂട്ട് ചെയ്യുകയാണ്. ബ്ലാക്ക് ഔട്ട് ചെയ്താൽ അന്ന കണ്ണ് തുറക്കുന്നത് ഒരു ഹോസ്പിറ്റലിലാണ്. അച്ഛൻ എന്ത് പറ്റിയെന്ന് അറിയാൻ പാടില്ല. അന്ന കണ്ണ് തുറന്നു നോക്കുമ്പോൾ ചുറ്റും കുറെ വെള്ള ഡ്രസ്സ് ഇട്ട ആൾക്കാരൊക്കെ, അതായത് ഡോക്ടേഴ്സ് ആണ്. ഇവൾക്ക് ബാക്കിയുള്ള മനുഷ്യർ ജീവനോട് ഇരിക്കുന്ന കാര്യമൊന്നും അറിയത്തില്ല. ഇതൊക്കെ ആ ഭീകര മൃഗങ്ങളാന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്ന് പേടിച്ചിട്ട് ഇറങ്ങി ഓടും. നേരെ ഓടി പുറത്തു വരും. അവിടെ ഒരുപാട് വെയിലുണ്ട്. ഇവള് വെയിലൊക്കെ കൊണ്ടിട്ട് ഒരുപാട് നാളായതുകൊണ്ട് തന്നെ ആ വെയിൽ കൊള്ളാനുള്ള ശേഷിയില്ല. അവിടെ തന്നെ തളർന്ന് വീഴാണ്. പിന്നീട് നേഴ്സും ഡോക്ടേഴ്സ് ഒക്കെ വന്ന് അവളെ പിടിച്ച് റൂമിൽ കൊണ്ടുവരും. ഇതിനുശേഷം അവൾ അവിടെ കിടന്നിട്ട് കണ്ണ് തുറക്കുമ്പോൾ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഒരു പോലീസ് ലേഡി ഇരിപ്പുണ്ട്. അന്നെ എണീറ്റ് ഓടാനായിട്ട് ശ്രമിക്കുമെങ്കിലും അവളുടെ കൈ കെട്ടി വെച്ചിട്ടുണ്ട്. കാരണം നേരത്തെ അവള് എണീറ്റ് ഓടിയതില്ലേ, അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലുകാർക്ക് ഒരു പേടി, ഇനിയിപ്പോൾ അവള് എണീറ്റ് ഓടിയാലോ, അതുകൊണ്ട് തന്നെ കെട്ടി വെച്ചിട്ടുണ്ട്. ആ പോലീസ് ലേഡി അന്നയോട് പറയും, നീ പേടിക്കണ്ട, നിന്നെ സഹായിക്കാനായിട്ടാണ് ഞങ്ങളെല്ലാം ഇവിടെ ഉള്ളതെന്ന്. ആ നേരം ഡോക്ടർ അങ്ങോട്ട് വന്നിട്ട് ഈ പോലീസ് ലേഡീനെ പുറത്തോട്ട് വിളിക്കും. അതുകൊണ്ട് തന്നെ പോലീസ് ലേഡി എന്താ വിവരമെന്ന് ചെന്ന് അന്വേഷിക്കുമ്പോൾ അയാൾ പറഞ്ഞു കൊടുക്കും, ഈ അന്നയുടെ അച്ഛനാണെങ്കിൽ അന്നയുടെ ദേഹത്ത് ഒരു പ്രത്യേകതരം മരുന്ന് കുത്തിവെക്കത്തില്ലായിരുന്നു. ആ മരുന്ന് മറ്റൊന്നുമല്ല, അന്നയുടെ പീരീഡ്സ് ബ്ലോക്ക് ആക്കുന്നതാണ്. അന്നയ്ക്ക് പ്രായമാവാതിരിക്കാനായിട്ട് അവളുടെ പീരീഡ്സ് ബ്ലോക്ക് ആക്കുന്നതാണ്. അങ്ങനെ ആവുകയാണെങ്കിൽ അവൾ പെട്ടെന്ന് പ്രായമാവത്തില്ല. എന്തുകൊണ്ടാണ് അച്ഛൻ അങ്ങനെ ചെയ്തത്? ഈ പോലീസ് ലേഡി വിചാരിക്കുന്നത് ഈ കുട്ടീനെ അച്ഛൻ അവിടെ അടച്ചു വെച്ചതിന് ശേഷം ഉപദ്രവിക്കുന്നു എന്നായിരുന്നു. അതായത് ചില സൈക്കോളൊക്കെ ഇല്ലേ, ആൾക്കാരെ അടച്ചു വെച്ചിട്ട് റേപ്പ് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യത്തില്ലേ, അങ്ങനത്തെ സൈക്കോ മറ്റോ ആണെന്ന് അച്ഛനെ കരുതാണ്. പക്ഷെ അച്ഛൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലല്ലോ. പക്ഷെ പോലീസ് ലേഡി അങ്ങനെ കരുതുന്നുണ്ട്. പിന്നീട് പോലീസ് ലേഡി ആകെ വിഷമിച്ചിട്ട് ഈ പെൺകുട്ടിയുടെ അവസ്ഥ അങ്ങനെയാണെന്ന് വിചാരിച്ചിട്ട് അവളുടെ അടുത്ത് വന്ന് സമാധാനപ്പെടുത്തും. അവളുടെ കയ്യിലുള്ള കെട്ടഴിച്ചു കൊടുത്തിട്ട് അവളോട് പറയും, പേടിക്കണ്ട, നിനക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ഞാനുണ്ട്, നിന്നെ ഞാൻ ഒരിക്കലും ഉപദ്രവിക്കത്തില്ല എന്ന് പറഞ്ഞ് കെട്ടഴിച്ചു കൊടുക്കും. ആ സമയം അന്ന സമാധാനപ്പെട്ടിട്ട് പോലീസ് ലേഡിയോട് ചോദിക്കും, എന്റെ അച്ഛൻ എന്തിയെന്ന്. അങ്ങനെ പോലീസ് ലേഡി അന്നേനെയും വിളിച്ചുകൊണ്ട് അച്ഛൻ കിടക്കുന്ന സ്ഥലത്ത് ചെല്ലും. അച്ഛനാണെങ്കിലും മരിച്ചിട്ടില്ല, പകരം കോമയിൽ കിടക്കുകയാണ്. തലയിലല്ലേ ബുള്ളറ്റ് കയറിയത്. ഇത് കണ്ട് അന്നയ്ക്ക് വിഷമാവുന്നുണ്ട് അച്ഛന്റെ ഈ അവസ്ഥ കണ്ടിട്ട്. എന്നാൽ അവൾക്കത് പ്രകടിപ്പിക്കാനൊന്നും അറിയത്തില്ല. കാരണം മനുഷ്യരുമായിട്ട് സഹവാസം ഇല്ലായിരുന്നല്ലോ. പിന്നെ ഒരു കാര്യം എന്താന്ന് വെച്ചാല് അച്ഛൻ അവളെ എഴുതാനും വായിക്കാനൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് സംസാരിക്കാനും എഴുതാനും വായിക്കാനൊക്കെ അറിയാം. അങ്ങനെ കുറച്ച് ദിവസം കടന്നു പോവാണ്. അന്നയ്ക്ക് സുഖപ്പെട്ടിട്ടുണ്ട്. അന്നെ കാണാനായിട്ട് ഒരു ഡോക്ടർ വന്നിട്ടുണ്ട്. ഇവളെ വേറൊരു സ്ഥലത്തോട്ട് മാറ്റാനാണ് അവരുടെ പദ്ധതി. ആരും ഇല്ലാത്ത കുട്ടികളെ മാറ്റുന്ന ഒരു സ്ഥലത്തോട്ട്. ഇത് മനസ്സിലാക്കിയ പോലീസ് ലേഡി അന്നെ അങ്ങോട്ട് മാറ്റണ്ട, അത് അവളുടെ സ്ഥിതി ഒരുപാട് വഷളാകത്തുള്ളെന്ന് പറയുമ്പോൾ അവരാരും സമ്മതിച്ചു കൊടുക്കുന്നില്ല. എന്നാൽ അന്ന ഉറപ്പിച്ച് തന്നെ പറയും, എനിക്ക് പോലീസ് ലേഡിയുടെ കൂടെ പോയാൽ മതിയെന്ന്. കാരണം പോലീസ് ലേഡി ആയിട്ടല്ലേ അന്നയ്ക്ക് കൂട്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ പോലീസ് ലേഡിയുടെ കൂടെ അന്നേനെ വിട്ടയക്കും. അങ്ങനെ രണ്ടുപേരും കൂടെ പോകുമ്പോൾ അന്ന പുറത്തോട്ട് നോക്കുമ്പോൾ കുറെ അധികം ആൾക്കാർ നടന്നു പോകുന്നുണ്ട്. സ്കൂൾ കുട്ടികൾ, അവിടെ ഇരുന്ന് സംസാരിക്കുന്ന അപ്പൂപ്പന്മാര്. ഇതൊക്കെ കണ്ട് അവൾ ആകെ അത്ഭുതപ്പെട്ട് നോക്കിയിരിക്കുകയാണ്. കാരണം ഇങ്ങനത്തെ ആൾക്കാരെന്നും അവൾ നേരിട്ട് കണ്ടിട്ടില്ല. അതുമല്ല അച്ഛൻ പറഞ്ഞിട്ടുള്ളത് മനുഷ്യരൊന്നും ഈ ഭൂമിയിൽ ജീവിക്കുന്നില്ല, എല്ലാരും മരിച്ചുപോയി, അച്ഛനും അവളും മാത്രമേ ബാക്കിയുള്ളെന്നാണ്. പക്ഷെ അങ്ങനെയൊന്നും അല്ല എന്ന് അവൾക്ക് ഇതിലൂടെ മനസ്സിലാവുന്നുണ്ട്. അന്ന എന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് പോലീസ് ലേഡിക്ക് മനസ്സിലാവുന്നില്ല. സ്വന്തം അനിയത്തിയോട് അല്ലെങ്കിൽ മോളോട് എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലാണ് പോലീസ് ലേഡി പെരുമാറുന്നത്. കാരണം ആ പെൺകുട്ടിയുടെ അവസ്ഥ അങ്ങനെയാണെന്ന് വിചാരിച്ചിട്ടാണ് പോലീസ് ലേഡി അങ്ങനെ പെരുമാറുന്നത്. ഇവരൊരു ട്രാഫിക് സിഗ്നലിൽ കൊണ്ടുവന്ന് വണ്ടി നിർത്തും. അവിടുന്ന് കുറച്ച് കുട്ടികൾ ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഒരു ഞരമ്പനുണ്ട്. അവൻ ഫ്രണ്ടിൽ നടന്നു പോകുന്ന പെൺകുട്ടിയുടെ സ്കേർട്ട് പൊക്കുന്നുണ്ട്. ഇത് കാണുന്ന പോലീസ് ലേഡി അവന് ചീത്ത പറയും. പക്ഷേ കാറിന്റെ അകത്തായതുകൊണ്ട് കേൾക്കുന്നൊന്നുമില്ല. അന്നയോട് പറയും, അങ്ങനത്തെ ആൾക്കാരുമായിട്ടൊന്നും കൂട്ടുകൂടാൻ പാടില്ല, അവരൊക്കെ മോശപ്പെട്ട ആൾക്കാരാണെന്ന്. ഇതും പറഞ്ഞ് കാർ എടുത്തിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അന്നയെ കൊണ്ടുവരുന്നത് പോലീസ് ലേഡി താമസിക്കുന്ന വീട്ടിൽ തന്നെയാണ്. അന്നെ പോലീസ് ലേഡിയുടെ കൂടെ നിർത്താനായിട്ട് അനുമതി കിട്ടിയിട്ടുണ്ട്. അവളെ വിളിച്ച് അകത്ത് വന്ന് അവൾക്ക് ഫുഡ് കൊടുക്കും. അവള് മീറ്റ് മാത്രമേ കഴിക്കുന്നുള്ളൂ. അതെന്താണെന്ന് അറിയാൻ പാടില്ല. എന്തായാലും അവൾ കഴിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ അത് കണ്ട് പോലീസ് ലേഡി അവിടെ നിൽക്കുമ്പോൾ അങ്ങോട്ട് പോലീസ് ലേഡിയുടെ അനിയൻ കയറി വരും. ഇവർക്ക് മാതാപിതാക്കളൊന്നുമില്ല, അനിയനും ചേച്ചിയും മാത്രമേ ഉള്ളൂ. അനിയൻ ചേച്ചിയോട് വലിയ റെസ്പെക്റ്റ് ഇല്ലെന്നല്ല സംസാരിക്കുന്നത്. ഇത് ആരാന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കും, ഇങ്ങനെ കേസ് വന്നിട്ട് കൊണ്ടുവന്നതാണെന്ന്. അതുമല്ല അവന്റെ നെറ്റിയിൽ എവിടെ നിന്ന് മുറിവ് പറ്റിയിട്ടുണ്ട്, അതെങ്ങനെ പറ്റിയതാണെന്ന് ചേച്ചി ചോദിക്കുമ്പോൾ അനിയൻ പറഞ്ഞു കൊടുക്കുന്നില്ല. അതൊന്നും നീ അന്വേഷിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് ചേച്ചി അവിടെ നിന്ന് പോകും. പിന്നെ അന്നെ ഇട്ടേക്കുന്നത് അവന്റെ ഡ്രസ്സാണ്.
പക്ഷെ അവൻ വഴക്കുണ്ടാക്കുന്നൊന്നുമില്ല, അവൻ ഉപയോഗിക്കാതെ കിടന്നത് അവൾക്ക് എടുത്ത് കൊടുത്തതാണ്. രാത്രിയാവുന്ന സമയത്ത് പോലീസ് ലേഡി അന്നനെ വിളിച്ചുകൊണ്ടൊരു റൂമിൽ വരും. അവൾക്ക് കിടക്കാനായിട്ട് കൊടുക്കുന്ന റൂമാണ് ഇത്. കുറെ നാൾ അടച്ചിട്ടത് കൊണ്ട് തന്നെ ആ ഒരു മണമുണ്ട്. പിന്നീടാകുമ്പം ഇത് മാറ്റി കൊടുക്കാം അല്ലെങ്കിൽ വൃത്തിയാക്കി കൊടുക്കാന്ന് പറയുന്നുണ്ട്. ഈ ഒരു റൂമിൽ ഈ ഒരു മണം ഉള്ളത് കൊണ്ട് തന്നെ ജനാല തുറന്നിടുന്നുണ്ട്. ഇത് കണ്ടിട്ട് അന്ന പേടിക്കുകയാണ്. അന്ന പോലീസ് ലേഡിയോട് അത് അടയ്ക്കാമെന്ന് ചോദിക്കും. എന്നാൽ അതെന്തിനാന്ന് ചോദിക്കുമ്പോൾ അന്ന പറഞ്ഞു കൊടുക്കും, പുറത്ത് ഒരുപാട് ഭീകരജീവികളില്ലേ, അവരൊന്നും ആക്രമിക്കത്തില്ലെന്ന്. എന്നാൽ പോലീസ് ലേഡി പറയും, ഇല്ല, ഞാൻ ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ട്, ഒരു ഭീകരജീവിനെ പോലും കണ്ടിട്ടില്ല, അതൊന്നും നീ പേടിക്കണ്ടെന്ന് പറഞ്ഞ് അവളെ സമാധാനപ്പെടുത്തും. പിന്നീട് പോലീസ് ലേഡി അവിടെ നിന്ന് പോയതിനു ശേഷം അന്ന ഓടിപ്പോയ ജനൽ അടയ്ക്കുകയാണ്. അടയ്ക്കുന്ന ഫോഴ്സിൽ ജനലിന്റെ ആ ഗ്ലാസ് പൊട്ടുന്നുണ്ട്. അത്രയും പവറിലാണ് അവൾ അടച്ചേക്കുന്നത്. അവൾക്ക് പേടിയാണ്, ഇനിയിപ്പോ ഭീകരജീവി വല്ലതും വന്ന് അവളെ ആക്രമിച്ചാലോ, ആ ഒരു പേടി അവളുടെ ഉള്ളിലുണ്ട്. കൊച്ചിലേ തൊട്ട് അച്ഛൻ അവളുടെ മനസ്സിൽ ഇത് ഇഞ്ചക്ട് ചെയ്ത് അങ്ങനെ ആക്കിയെടുത്തതാണ്. എന്തുകൊണ്ടാണ് അച്ഛൻ അവളോട് ഇങ്ങനെ കള്ളക്കഥകൾ പറഞ്ഞ് അവളെ ഇത്രയും വർഷം അടച്ചിട്ടെന്ന് അറിയാൻ പാടില്ല. നമുക്കത് മുൻപോട്ട് പോകുമ്പോൾ മനസ്സിലാക്കാം. ഇതിനുശേഷം പോലീസ് ലേഡി നേരെ പോകുന്നത് അന്നേനെ കിട്ടിയ വീട്ടിലാണ്. അച്ഛൻ ഷൂട്ട് ചെയ്ത സമയത്ത് ചുറ്റുവട്ടത്തുള്ള ആൾക്കാർ പോലീസിനെ വിളിച്ച് കാര്യം പറഞ്ഞു. അങ്ങനെ ഈ വീട്ടിൽ ഗൺഷോട്ട് കേൾക്കുന്നെന്ന് അറിഞ്ഞിട്ടാണ് പോലീസ് വന്ന് നോക്കിയപ്പോൾ ഈ ഒരു സംഭവം കണ്ടത്. അന്നേനെ അങ്ങോട്ട് കൊണ്ടുപോയി അച്ഛനെ ഹോസ്പിറ്റലിലോട്ട് മാറ്റി. ഇപ്പൊ അതേ വീട്ടിൽ വന്ന് പോലീസ് ലേഡി നോക്കുമ്പോൾ അവിടെ പ്രത്യേകിച്ചൊന്നും ഇല്ല. ഇനിയിപ്പോ അയാൾ വല്ല സൈക്കോ കില്ലറോ അല്ലെങ്കിൽ ഈ കുട്ടീനെ പൂട്ടി വെച്ച് പീഡിപ്പിക്കുകയോ മറ്റോ ചെയ്യാമെന്ന് അറിയാനായിട്ട് വന്നതാണ്. അല്ലെങ്കിൽ ഒരാളുടെ പീരീഡ്സ് ഒക്കെ ബ്ലോക്ക് ചെയ്യേണ്ട കാര്യം എന്താണ്? അവളെ എപ്പോഴും ചെറുപ്പമായിട്ട് നിർത്താൻ വേണ്ടിയിട്ടാണ് പീരീഡ്സ് ബ്ലോക്ക് ചെയ്തേക്കുന്നത്. അങ്ങനെ ഒരു മരുന്നാണ് എടുത്തേക്കുന്നത്. ആ ലേഡി റൂമിന്റെ അകത്ത് വന്ന് നോക്കുമ്പോൾ, അന്നെ കിടന്ന റൂമിന്റെ അകത്ത് വന്ന് നോക്കുമ്പോൾ ഒന്നും പ്രത്യേകിച്ച് കാണാനില്ല. പക്ഷെ അവള് വരച്ച ഒരു പടമുണ്ട്. ഒരു മൃഗം ഒരു മനുഷ്യനെ കഴിക്കുന്നതായിട്ട്, അവളുടെ സങ്കല്പത്തിലുള്ള ഒരു മൃഗം മനുഷ്യനെ കഴിക്കുന്നതായിട്ട് അച്ഛൻ പറഞ്ഞ് മനസ്സിൽ ഇഞ്ചക്ട് ചെയ്ത് വെച്ചിരുന്ന ആ മൃഗത്തിനെയാണ് അവൾ ആ ഫോട്ടോയിൽ വരച്ചു വെച്ചേക്കുന്നത്. പിറ്റേ ദിവസം പോലീസ് ലേഡി വന്ന് അന്നേനെ വിളിച്ചുണർത്തും. അന്നയ്ക്ക് ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് അന്നെ പുറത്തിറങ്ങി പോവാണ്. ആ കാട്ടിൽ പോയി അങ്ങനെ നിൽക്കുന്നുണ്ട്. കാലിൽ ചെരുപ്പൊന്നും ഇടാതെ മണ്ണിലൊക്കെ ചവിട്ടി അങ്ങനെ നിൽക്കുകയാണ്. ആ സമയം അവളുടെ മനസ്സിലോട്ട് ഒരുപാട് പേടിപ്പിടിക്കുന്ന കാഴ്ചകളൊക്കെ വരുന്നുണ്ട്. എന്ത് കാഴ്ചയാണെന്നല്ലേ, ഒരുപാട് ഗാലക്സിനെ പോലെയൊക്കെ തോന്നിക്കുന്ന എന്തോ ഒരു കാഴ്ചകൾ. ഇതിനുശേഷം അന്നയും അനിയനും കൂടെ കുറച്ച് കാര്യങ്ങളൊക്കെ വീട്ടിലെ ആവശ്യത്തിനായിട്ട് കാര്യങ്ങൾ വാങ്ങാനായിട്ട് പോകും. തിരിച്ചു വരുമ്പോൾ പയ്യൻ അന്നയോട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. സാധാരണ ഒരു പെൺകുട്ടിയോട് എങ്ങനെയാണോ സംസാരിക്കുന്നത് അതുപോലെ. അവൾക്ക് ഇതൊന്നും അറിയത്തില്ല എന്ന് അവൻ അറിയില്ലല്ലോ. അതായത് കുറെ നാൾ അടച്ചിട്ട് മനുഷ്യരുമായിട്ട് സഹവാസം ഇല്ലാത്ത പെൺകുട്ടിയാണെന്നൊന്നും അവൻ അറിയത്തില്ലല്ലോ. വരുന്ന വഴിക്ക് ഒരു ബെറിച്ചെടി കാണുന്നുണ്ട്, ഒരു ചെടി. ആ ചെടി കണ്ടിട്ട് അന്ന പറയും, ഇതിനകത്ത് എലിക്കുഞ്ഞുങ്ങള് ജനിക്കാറുണ്ടെന്ന്. ഇത് കേൾക്കുന്ന അവന് ചിരി വരും. കാരണം ചെടിയിലല്ലല്ലോ എലിക്കുഞ്ഞുങ്ങൾ ജനിക്കുന്നത്. ഇതിനകത്ത് എലിക്കുഞ്ഞുങ്ങളൊന്നും ജനിക്കത്തില്ല, ഇത് കഴിക്കുന്ന പഴവ. നിനക്ക് എലിക്കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് ജനിക്കുന്നത് അല്ലെങ്കിൽ മനുഷ്യരെങ്ങനെയാണ് ജനിക്കുന്നത് എന്ന് പറഞ്ഞ് അവളെയും വിളിച്ച് അവൾക്കത് കാണിച്ചു കൊടുക്കാനായിട്ട് വീട്ടിൽ വരും. അവന്റെ ലാപ്ടോപ്പ് എടുത്തിട്ട് അവൻ പോൺ വീഡിയോ എടുത്ത് അവൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്, ഇങ്ങനെയാണ് കുട്ടികൾ ഉണ്ടാവുന്നതെന്ന്. ഇത് കണ്ടിട്ട് അവള് സ്റ്റക്കായിട്ട് നിന്ന് പോവാണ്. കാരണം അച്ഛൻ അവൾക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ല ഇങ്ങനെയാണ് സംഭവങ്ങളെന്ന്. അച്ഛൻ അവളോട് പറഞ്ഞത് എന്താണ്, മരത്തിൽ നിന്നാണ് കുട്ടികളെ കിട്ടുന്നതെന്ന്. അത് വിശ്വസിച്ചിട്ടാണ് ഇത്രയും നാൾ അവൾ ഇരുന്നത്. എന്നാൽ ഈ വീഡിയോ കണ്ടപ്പോൾ അവള് ഒരു നിമിഷത്തേക്കൊന്ന് സ്റ്റക്കായി തകർന്ന് നിന്ന് പോകുന്നുണ്ട്, അത്ഭുതപ്പെട്ട് നിന്ന് പോകുന്നുണ്ട്. പിന്നീട് അന്നയും അനിയനും കൂടെ പോരുന്ന ഫുഡ് കഴിക്കും. ഫുഡ് കഴിക്കുന്ന സമയത്ത് അന്ന ഇറച്ചി മാത്രമേ കഴിക്കുന്നുള്ളൂ. കഴിച്ചു കഴിഞ്ഞിട്ട് അനിയന്റെ പാത്രത്തിലുള്ള ഇറച്ചിയും അവള് ശ്രദ്ധ വെക്കുന്നുണ്ട്. അതിനകത്ത് തുറച്ചു നോക്കുന്നുണ്ട്. അനിയന് മനസ്സിലായി അവൾക്ക് ഇറച്ചി തികഞ്ഞിട്ടില്ലാന്ന്. അതുകൊണ്ട് തന്നെ അവന്റെ പ്ലേറ്റിലിരിക്കുന്ന അവന്റെ ഇറച്ചിയുടെ അവൾക്ക് എടുത്തു കൊടുക്കും. അവൾ അത് ആസ്വദിച്ച് കഴിക്കുകയാണ്. ഭയങ്കര ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്. അവൾക്ക് കുറച്ച് ഇറച്ചിയൊന്നും തികയുന്നില്ല. പിറ്റേ ദിവസം പോലീസ് ലേഡി അന്നയുടെ ഡ്രസ്സൊക്കെ കഴുവാനായിട്ട് ഡ്രസ്സ് വന്നെടുക്കും. അതിനകത്ത് അവളുടെ കുറച്ച് ഡ്രസ്സ് എടുക്കുമ്പോൾ രക്തക്കറയുണ്ട്. അതിനർത്ഥം അവൾ പീരീഡ്സ് ആയിട്ടുണ്ടെന്നാണ്. ആ മരുന്ന് എടുക്കാത്തത് കൊണ്ട് തന്നെ അവൾക്ക് പീരീഡ്സ് ആയിട്ടുണ്ട്. അത് കാണുന്ന ലേഡിക്ക് സന്തോഷമാവുന്നുണ്ട്. ഇത്രയും നാൾ പീരീഡ്സ് ആവാത്ത കുട്ടിയല്ലേ. അതുകൊണ്ട് തന്നെ ഒരു പാഡ് വാങ്ങിച്ചുകൊണ്ടൊന്ന് അവൾക്ക് കൊടുക്കുന്നുണ്ട്. ഇത് കൊടുത്തിട്ട് പോലീസ് ലേഡി അവിടെ നിന്ന് പോകുന്ന സമയം അന്നെ അതെടുത്തൊക്കെ നോക്കുകയാണ്. പക്ഷെ അവൾക്ക് എന്താ സംഭവം എന്ന് മനസ്സിലാവുന്നില്ല. കാരണം അവളിത് നേരത്തെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ഇത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് പോലും അവൾക്ക് അറിയത്തില്ല. പോലീസ് ലേഡി വന്ന് നോക്കുമ്പോൾ അവൾ അതെടുത്ത് മണപ്പിച്ച് നോക്കുകയാണ്, കഴിക്കുന്ന എന്തോ ആണെന്ന് വിചാരിച്ചിട്ട്. പോലീസ് ലേഡിക്ക് മനസ്സിലായി അവൾക്കത് ഉപയോഗിക്കാൻ അറിയത്തില്ല എന്ന്. നിനക്കിത് ഉപയോഗിക്കാൻ അറിയത്തില്ലേ, എന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ അവൾ ഇത് മരുന്നാണോ, ഇതെന്താ സംഭവം എന്ന് ചോദിക്കും. പോലീസ് ലേഡി പറഞ്ഞു കൊടുക്കാനൊന്നും നിൽക്കുന്നില്ല. പിന്നീട് സമയം കിട്ടുമ്പോൾ അത് പറഞ്ഞു കൊടുക്കാമെന്ന് വെക്കുന്നുണ്ട്. ഇതിനുശേഷം പോലീസ് ലേഡി അന്നയും വിളിച്ചുകൊണ്ട് ഒരു ഗ്രൗണ്ടിൽ പോവാണ്. അവിടെ തന്നെ പോലീസ് ലേഡിയും വേറെ കുറെ ആൾക്കാരൊക്കെ ഓടുന്നുണ്ട്. ഈ ഓടുന്നത് കാണുമ്പോൾ അവൾക്ക് എന്തോ പോലെ, അവൾ ഏതോ ഒരു കാട്ടിൽ കൂടെ ഓടുന്നത് പോലെ അവൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആ സമയം ഒരു പെൺകുട്ടി അതുവഴി നടന്നു പോകും. ആ പെൺകുട്ടിയോട് അന്ന ചോദിക്കും, ഇവിടെ അടുത്തെവിടെയെങ്കിലും ലൈബ്രറി ഉണ്ടോന്ന്. എന്റെ കൂടെ വാ, ഞാൻ ലൈബ്രറി കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് അന്നയും വിളിച്ചുകൊണ്ട് ലൈബ്രറിയിൽ വരും. അവിടെ വെച്ച് തന്നെ അന്ന ആ കുട്ടിയും കമ്പനി ആവുന്നുണ്ട്. അന്നേനെ ഒരു പാർട്ടിക്കും വിളിക്കുന്നുണ്ട്. എന്തായാലും അവളെ പാർട്ടിക്ക് വിളിച്ചിട്ട് ആ കുട്ടി അവിടെ നിന്ന് പോവുകയാണ്. ഇതിനുശേഷം അന്ന വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി നിന്നപ്പോൾ ഒരു ഗാലക്സിയുടെ രൂപം അവളുടെ ഫ്രണ്ടിൽ കണ്ടില്ലായിരുന്നോ. ആ ഒരു സംഭവം ലൈബ്രറിയിൽ എടുത്തു വെച്ച് വായിക്കുന്നുണ്ട്. അവളുടെ അച്ഛൻ അവളെ എഴുതാനും വായിക്കാനൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവൾക്ക് ബുദ്ധിയുണ്ട്. അത് വായിച്ചു നോക്കി മനസ്സിലാക്കുന്നുണ്ട് അതെന്താ സംഭവം. അത്
ഗാലക്സിയാണ്. അവൾ ഇതിനെപ്പറ്റി പഠിക്കുമ്പോൾ പിറകില് കുറച്ച് പെൺകുട്ടികൾ അവളെ പറ്റി മുറുമുറുത്ത് സംസാരിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാമോ, ഈ പെൺകുട്ടിയുടെ അച്ഛനാണെങ്കിൽ സാധാരണക്കാരനല്ല, ഇവളെ ഒരുപാട് വർഷം പൂട്ടി വെച്ച് പീഡിപ്പിക്കുമായിരുന്നു എന്ന്. പക്ഷെ ഇവൾക്ക് അവര് സംസാരിക്കുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ട്. സാധാരണ ഒരു മനുഷ്യന് ഇത്രയും ദൂരം നിന്ന് സംസാരിക്കുന്നത് കേൾക്കാൻ പറ്റില്ലല്ലോ, പക്ഷെ അവളെ കൊണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. അവള് രൂക്ഷമായിട്ട് ആ പെൺകുട്ടികളെ തിരിഞ്ഞു നോക്കും. പെട്ടെന്ന് തന്നെ അവര് പേടിച്ചിട്ട് അവിടെ നിന്ന് ഓടിപ്പോവാണ്. പിന്നീട് അന്ന പുറത്തോട്ടിറങ്ങി വരും. ഇവളെ വിളിക്കാനായിട്ട് അനിയൻ വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈബ്രറിയിലെ. എന്നാൽ അവൻ വന്നിട്ടില്ല. അവിടെ തന്നെ ഞരമ്പനും അവരുടെ ഒരു കൂട്ടുകാരനും നിപ്പുണ്ട്. ഞരമ്പനോട് അന്ന ചോദിക്കും അനിയനെ കണ്ടോന്ന്. എന്നാൽ അവന്മാര് കണ്ടില്ല എന്ന് പറയും. ഞരമ്പൻ പതിയെ പതിയെ അവളുടെ അടുത്ത് വന്നിട്ട് അവളെ ഫ്ലർട്ട് ചെയ്ത് സംസാരിക്കാനായിട്ട് തുടങ്ങും. അവൾക്ക് എന്തെങ്കിലും സഹായം വേണമെന്ന് ചോദിക്കും. കാരണം അവള് ചെരുപ്പിട്ടിട്ടില്ല. ആ ചെരുപ്പ് അവൻ ഇട്ട് കൊടുക്കട്ടോ എന്നാണ് ചോദിക്കുന്നത്. എന്നാൽ അവൾ അതൊന്നും വേണ്ട, അനിയൻ എന്തെന്ന് ചോദിക്കുമ്പോൾ അവൻ ഇവിടെയൊന്നും ഇല്ല എന്ന് പറയും. ആ സമയം സൈഡിൽ നിന്ന് ശബ്ദം കേൾക്കും. ഈ ഞരമ്പനും അവന്റെ കൂട്ടുകാരനും കൂടെ ആ പാവം പിടിച്ച പയ്യനെ അവിടെ പൂട്ടിയിട്ടേക്കാണ്. ആനെ കണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അവന്മാര് ആ പയ്യനെ തുറന്നു വിടുന്നത് മാത്രമല്ല, അവനെ പൊതിരി ഇടിക്കുന്നുണ്ട്. അവനെ ഇടിയും കൊണ്ട് അവിടെ നിന്ന് മാറിപ്പോകുന്ന സമയത്ത് അന്ന വെറുതെ വിടത്തില്ല. ആ ഇടിച്ചവന്റെ വയറ്റിൽ തിരിച്ചിടി കൊടുക്കും. എങ്ങനെയാണ് ഇടിച്ചത് അതുപോലെ തിരിച്ചിടി കൊടുക്കും. പക്ഷെ ആ പയ്യൻ അവിടെ നിന്ന് മാറിപ്പോവും. ആര്? നമ്മുടെ അനിയനാണെങ്കിൽ അവിടെ നിന്ന് മാറിപ്പോവും. പിന്നാലെ തന്നെ അന്നയും ചെല്ലും. മറ്റേ പയ്യന്മാര് അന്നയുടെ പിന്നാലെ പോയി പ്രശ്നമൊന്നും ഉണ്ടാകുന്നില്ല. ഇനി ചെന്നാൽ ഇനി അടി കിട്ടുമെന്ന് അറിയാം. അല്ലെങ്കിൽ അവളുടെ ഇടി കണ്ടിട്ട് ഇംപ്രസ് ആയതായിരിക്കാം. ഒരു പെൺകുട്ടി ഇത്രയും നന്നായിട്ട് ഇടിക്കുന്നില്ലേ? അവൾ പിന്നാലെ ചെല്ലുമ്പോൾ അനിയൻ ദേഷ്യപ്പെടും. നീ ഇവിടെ വരുന്നത് എനിക്ക് കൂടുതൽ പ്രശ്നമാകത്തേ ഉള്ളൂ, എന്തിനാ അവന്മാരുടെ മുമ്പിൽ വരുന്നതെന്ന് പറഞ്ഞിട്ട് അവൻ ദേഷ്യപ്പെട്ടിട്ട് അവിടെ നിന്ന് പോകും. അന്ന് രാത്രി അന്ന കിടന്നുറങ്ങുന്ന സമയത്ത് പോലീസ് ലേഡി ഒരു ഡ്രസ്സ് എടുത്തുകൊണ്ട് വരുന്നുണ്ട്. പെൺകുട്ടികൾ ഇടുന്ന ഒരു ഡ്രസ്സ് എടുത്തുകൊണ്ട് വരുന്നുണ്ട്. അത് അന്നയുടെ കട്ടിലിൽ വെക്കുകയാണ്. അന്ന ഒരു പെൺകുട്ടിയല്ലേ, ആ ഡ്രസ്സിൽ കാണാൻ ഒരുപാട് അടിപൊളിയായിരിക്കും എന്ന് വിചാരിച്ച് അവൾക്ക് ഇടാനായിട്ട് കൊണ്ടുവച്ചേക്കുന്നതാണ്. നാളെ രാവിലെ അന്ന ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോൾ കാണാനായിട്ട്. ഇത് കൊണ്ടുവച്ചിട്ട് അന്നെ ഉറക്കത്തിൽ നിന്ന് എണീപ്പിക്കാതെ പോലീസ് ലേഡി അവിടെ നിന്ന് പോവാണ്. അവള് നല്ല ഉറക്കമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവളോട് കാര്യം പറഞ്ഞിട്ടില്ല. പിറ്റേ ദിവസം അന്ന ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ട് റോഡിൽ കൂടെ നടന്നു പോവാണ്. അവള് ചുമ്മാ നടക്കാൻ ഇറങ്ങിയതാണ്. ഷൂ ഇടുന്നില്ല. അവൾ എന്തുകൊണ്ടാണെന്ന് അറിയാൻ പാടില്ല. ഷൂ ഒരു കൈ പിടിച്ചേക്കാണ്. ആ സമയം അവളുടെ തൊട്ട് ഫ്രണ്ടില് ഒരു മാൻ എടുത്ത് ചാടുന്നുണ്ട്. അതുമല്ല, ഇവളെ നിരീക്ഷിച്ചുകൊണ്ട് ഒരു ഊളന്റെ ഡ്രസ്സ് ഇട്ട മനുഷ്യൻ സൈഡിൽ കിടപ്പുണ്ട്. ഊളനെ കൊന്നിട്ട് അതിനെ ഡ്രസ്സാക്കി മാറ്റിയ ഒരു മനുഷ്യൻ. എന്നാൽ ഇവൾ ഈ മാനിനെ കണ്ടിട്ട് എന്തോ അതിനെ പിടിച്ച് തിന്നാൻ പോകുന്നത് പോലെ അതിന്റെ പിന്നാലെ ഓടും. പക്ഷെ മാൻ വീടില്ല. മാൻ വേഗതയിൽ ഓടുകയാണ്. ഇവൾ ഓടി ഓടി കാട്ടിലെത്തുന്നുണ്ട്. കാട്ടിലെത്തി ഇവള് വീണ്ടും ഓടുമ്പോൾ ഇവളുടെ തൊട്ട് ഫ്രണ്ടിൽ ഒരാൾ വന്ന് നിൽക്കും. നമ്മൾ നേരത്തെ കണ്ടില്ലേ ആ ഒരു ഊളന്റെ ഡ്രസ്സ് ഇട്ടേക്കുന്ന മനുഷ്യൻ? അയാൾ തന്നെയാണ്. അയാൾ അവളെ പിടിച്ചു നിർത്തിയിട്ട് പതിയെ അയാളുടെ കയ്യിലിരിക്കുന്ന കമ്പ് കൊണ്ടിട്ട് താഴെ ഒരു വള്ളിയുണ്ട്, ആ വള്ളിയിൽ തൊട്ട് കാണിച്ചു കൊടുക്കും. ആ വള്ളിയിൽ തൊടുന്ന സമയത്ത് അവിടെ ഒരു ട്രാപ്പ് ഉണ്ടായിരുന്നു. ആ ട്രാപ്പ് പെട്ടെന്ന് തന്നെ ഫ്രണ്ടിലോട്ട് വരികയാണ്. അതിനകത്ത് ചെന്ന് കയറി കൊടുത്തിരുന്നെങ്കിൽ അന്നയുടെ കാര്യത്തിൽ തീരുമാനമായേനെ. അതുകൊണ്ട് തന്നെ ആ മനുഷ്യൻ അന്നേനെ രക്ഷിച്ചതാണ്. പിന്നീട് അന്ന ലൈബ്രറിയിൽ വന്നിട്ട് ആ ഊളനെ പറ്റി പഠിക്കും. അവൾക്ക് കറക്റ്റ് അറിയത്തില്ല അത് മനുഷ്യനാണോന്ന്. ഊളനെ പറ്റി ലൈബ്രറിയിൽ വായിച്ചു നോക്കുകയാണ്. അതിനകത്തുള്ളൊരു ബുക്കിൽ അതെന്തോ ജീവിയാന്ന് മാത്രമേ അതിനകത്ത് എഴുതിയിട്ടുള്ളൂ. പക്ഷെ അത് മനുഷ്യനാണെന്ന് അവൾക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ അത് മനുഷ്യനാണ്. ആ ഒരു മൃഗത്തിനെ കൊന്നിട്ട് അതിന്റെ തൊലി എടുത്തിട്ടേക്കുന്നേ ഉള്ളൂ. കട്ട് ചെയ്താൽ അന്നയുടെ കാല് പോലീസ് ലേഡി ഷേവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവള് ഷേവ് ഒന്നും ചെയ്യത്തില്ല. അവൾക്ക് നല്ല രോമ വളർച്ച ഉള്ളത് കൊണ്ട് തന്നെ പോലീസ് ലേഡി ഷേവ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഈ ഷേവ് ചെയ്യുന്ന സമയത്ത് പോലീസ് ലേഡി പതിയെ ഒരു കാര്യം പറയും. അവൾക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് പറയുന്നത്. ഇവളുടെ DNA ടെസ്റ്റ് വന്നു. ഇവളെ പിടിച്ചു വെച്ച ആ ആളില്ലേ, ഇവളുടെ അച്ഛനാന്ന് വിചാരിച്ച ആള്, അയാൾ ഒറിജിനലായിട്ട് ഇവളുടെ അച്ഛനല്ല, വേറൊരാളാണ് ഇവളുടെ അച്ഛൻ. പക്ഷെ ആരാണെന്ന് അറിയത്തില്ല. DNA ടെസ്റ്റില് അയാളല്ല അന്നയുടെ അച്ഛൻ. ഇത് പോലീസ് ലേഡി അവളോട് പറയുന്നുണ്ട്. എന്നാൽ അവൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ തൊട്ടടുത്തിരിക്കുന്ന വേറെന്തോ ഒരു സാധനത്തിൽ ശ്രദ്ധ കൊടുത്തോണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവൾ അത് കേട്ടിട്ടില്ല. പിന്നെ പോലീസ് ലേഡി അത് പറയാനൊന്നും നിൽക്കുന്നില്ല. അവള് കേട്ടില്ലല്ലോ, അതുകൊണ്ട് തന്നെ അത് പറയുന്നില്ല. അന്ന് രാത്രി അന്ന വീടിന്റെ മണ്ടയിൽ വന്നിരിക്കുകയാണ്. ആകാശത്തെ നക്ഷത്രങ്ങളൊക്കെ നോക്കിയിട്ട് അവളുടെ കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ട്. അതിനർത്ഥം ആ പോലീസ് ലേഡി പറഞ്ഞത് അന്ന കേട്ടിട്ടുണ്ടാവണം, ഇല്ലെങ്കിൽ അവള് വിഷമിച്ച് പുറത്തു വന്നിരിക്കണ്ടല്ലോ. ആ സമയം അങ്ങോട്ട് അനിയൻ കൂടെ കയറി വരും. അനിയൻ എന്താ ഇവിടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് അവൻ കയറി വന്നിരിക്കുന്നത്. അവൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട് ചേച്ചി പറഞ്ഞു വിട്ടയാണ്. അവൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് ഓരോ കാര്യങ്ങൾ. അവർ ബേസിക് ഹൈജീനെ പറ്റി പഠിപ്പിക്കാനാണ് വന്നത്. എന്നാൽ അവൾ ഇപ്പം വിഷമത്തിലാണ്. അവൾ അവിടെ കിടന്നിട്ട് നക്ഷത്രങ്ങളെ നോക്കും. അവളുടെ ആഗ്രഹം പറഞ്ഞു കൊടുക്കും. ആ നാട്ടിൽ തന്നെ നോർത്തേൺ ഭാഗത്ത് ഏതൊക്കെ ഒരു ലൈറ്റുകളുണ്ട്, അത് കാണാനാണ് അവൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അവനും അത് തന്നെ ഇഷ്ടം. അവനും പതിയെ അവളുടെ അടുത്ത് കിടന്നിട്ട് നക്ഷത്രങ്ങളെ നോക്കുകയാണ്. ആ സമയം അവൾ പതിയെ അവന്റെ അടുത്തോട്ട് വരികയാണ്. അവനെ മണപ്പിച്ച് നോക്കുന്നുണ്ട്. അവന് കിസ് കൊടുക്കാൻ വരുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. അവൻ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല. നീ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും, നിന്നെ ബർഗറിന്റെ മണം ഉണ്ടെന്ന്, ആ ഇറച്ചിയുടെ മണം ഉണ്ടെന്ന്. അത് പറഞ്ഞിട്ട് അവൾ എണീറ്റ് അവിടെ ഇരിക്കുമ്പോൾ ദൂരെയായിട്ട് ലൈറ്റ് കാണുന്നുണ്ട്. അതെന്താന്ന് അവനോട് അവൾ ചോദിക്കുമ്പോൾ അവൻ പറഞ്ഞു കൊടുക്കും. നേരത്തെ ഒരു പെൺകുട്ടി അന്നെ വിളിച്ചില്ലായിരുന്നു പാർട്ടിക്ക്. ആ പെൺകുട്ടിയുടെ വീട്ടില് പാർട്ടി നടക്കുന്നതാണെന്ന്. ആ പെൺകുട്ടിയുടെ പേര് പറയുമ്പോൾ അന്നയും കേട്ടിട്ടുണ്ട് ആ പേര്. അവൾ എന്റെ കൂട്ടുകാരിയാ, എന്നാ പിന്നെ നമുക്ക് പാർട്ടിക്ക് പോയാലോ എന്ന് പറഞ്ഞിട്ട് അന്നയും അനിയനും കൂടെ താഴെട്ടിറങ്ങി ചെല്ലും. ആ സമയം പോലീസ് ലേഡി വരുന്നുണ്ട്. നമ്മൾ പാർട്ടിക്ക് പോവാന്ന് പോലീസ് ലേഡിയോട് പറയുമ്പോൾ
ഇന്ന് അവർക്ക് വേറെ പ്ലാൻ ഉണ്ടായിരുന്നു. ഇവിടെ ചിക്കൻ വാങ്ങിച്ച് ഗ്രില്ല് ചെയ്യാനായിരുന്നു പ്ലാൻ. പോലീസ് ലേഡിക്ക് ചെറിയ വിഷമാവുന്നുണ്ട് അവർ പോകുമ്പോഴേ. അത് നമുക്ക് നാളെ ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് അനിയനും അന്നയും കൂടെ അവിടെ നിന്ന് പോകുന്നത് പാർട്ടിക്കായിട്ട്. അങ്ങനെ അവർ ആ പാർട്ടി നടക്കുന്ന വീട്ടിൽ ചെല്ലും. അകത്ത് ചെല്ലുകയാണ്. അവിടെ തന്നെ കുറെ ഡ്രിങ്ക്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. അന്നയെ വിളിച്ചുകൊണ്ട് ഡ്രിങ്ക്സിന്റെ സെക്ഷനിൽ ചെല്ലും. അവൾക്ക് കുടിക്കാനായിട്ട് ഒരു ഗ്ലാസ് ഡ്രിങ്ക്സ് എടുത്തു കൊടുക്കും. അവൻ പറഞ്ഞു കൊടുക്കും കുറച്ച് പതിയെ പതിയെ കുടിക്കാവൂ, ഇല്ലെങ്കിൽ നെഞ്ചി കാളുവെന്ന്. എന്നാൽ അവൾ പെട്ടെന്ന് തന്നെ അതെടുത്ത് കുടിക്കും. ഒറ്റ വലിയാണ്, അത് മൊത്തത്തിൽ തീർക്കുന്നുണ്ട്. അവൻ തന്നെ അത് കണ്ടിട്ട് ഇംപ്രസ് ആവുന്നുണ്ട്. അവനെ കൊണ്ട് പോലും കഴിയില്ല അത്രയും കാളലില്ലാതെ പെട്ടെന്ന് കുടിക്കാനായിട്ട്. പക്ഷെ അവൾ അത്രയും പെട്ടെന്ന് കുടിച്ചു. അവൾക്ക് യാതൊരു കൂസലും ഇല്ല. പിന്നീട് അവർ പാർട്ടി ആഘോഷിക്കാനായിട്ട് ഒരു സൈഡിൽ നിൽക്കുകയാണ്. പതിയെ പതിയെ അവൻ അവളുടെ അടുത്ത് ചെല്ലുന്നുണ്ട്. അവൾക്ക് അവനെ ഇഷ്ടമാണ്, അതുപോലെ അവൾക്കും തിരിച്ച് അവന് ഇഷ്ടമാണ്. രണ്ടുപേരും കമ്പനി ആയിട്ടുണ്ട്. പതിയെ അവളുടെ ചെവി പൊത്തി പിടിക്കുകയാണ് പാട്ട് കേൾക്കാതിരിക്കാനായിട്ട്. അവളുടെ കണ്ണിലോട്ട് നോക്കി നോക്കി അവളും തിരിച്ച് നോക്കി നോക്കി രണ്ടുപേരും കൂടെ അടുത്ത് ഉമ്മ വയ്ക്കാനായിട്ട് തുടങ്ങും. ഉമ്മ വെച്ച് കഴിയുമ്പോൾ പയ്യന്റെ വായിൽ രക്തം ചവയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ അന്നയുടെ വായിൽ രക്തം പറ്റിയിട്ടുണ്ട്. ഇത് കാണുന്ന അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കുന്ന അന്നയ്ക്ക് എന്തോ ഒരു പന്തികേട് തോന്നും. അവൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഓടിപ്പോവാണ് വായിൽ രക്തമായെന്ന് മനസ്സിലാക്കിയതിനു ശേഷം. പക്ഷെ പയ്യൻ വിടില്ല, അവനും പിന്നാലെ തന്നെ ചെല്ലും. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയുമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ പാട്ടിന്റെ ശബ്ദം കേൾക്കുന്നത് കൊണ്ട് തന്നെ അവൾക്കത് ശ്രദ്ധിക്കാനായിട്ട് കഴിയുന്നില്ല. ഇവർ ഉമ്മ വയ്ക്കുന്ന കാര്യവും ഇവർ കമ്പനി ആവുന്ന കാര്യവും എല്ലാം കണ്ടുകൊണ്ട് ഞരമ്പൻ അവിടെ നിപ്പുണ്ടായിരുന്നു. ഞരമ്പൻ അതൊരിക്കലും ഇഷ്ടപ്പെട്ടിട്ടില്ല അന്ന അവനുമായിട്ട് കമ്പനി ആവുന്നത്. അന്ന നേരെ വരുന്നത് ബാത്റൂമിലാണ്. അതിനകത്ത് കയറിയിട്ട് അവൾ കുറ്റിയിടുന്നുണ്ട്. അവൾ അവിടെ നിൽക്കുമ്പോൾ അവളുടെ പല്ല് കൊഴിഞ്ഞു വരുന്നുണ്ട്. അത് കയ്യിലെടുത്തിട്ടുണ്ട് അവള്. രക്തമൊക്കെ ഒരുപാട് വരുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് അവളുടെ പല്ല് കൊഴിഞ്ഞു വരുന്നത്? അതായത് അവളുടെ മെയിൻ പല്ലുകളാണ് കൊഴിഞ്ഞു വന്നിരിക്കുന്നത്. 1-2 കൊഴിഞ്ഞു വന്നിട്ടുണ്ട്. പയ്യൻ പുറത്തു കിടന്ന് കൊട്ടാണ് തുറ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയുമെന്ന് പറഞ്ഞിട്ട്. ഇതെല്ലാം കണ്ടുകൊണ്ട് തന്നെ ഞരമ്പൻ അവിടെ നിപ്പുണ്ട്. അന്ന ഡോറ് തുറക്കത്തില്ല. പകരം അവള് ആ ബാത്റൂമിന്റെ ജനല വഴി പുറത്തിറങ്ങി കാട് വഴി ഓടിപ്പോവാണ്. കാട് വഴി ഓടിപ്പോകുന്ന സമയത്ത് അവളുടെ പിന്നാലെ എന്തോ ഒരു ഭീകരജീവി വരുന്നതായിട്ട് അവൾക്ക് തോന്നുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവളെ കയറി പിടിക്കുകയാണ്. അവളുടെ ഡ്രസ്സൊക്കെ വലിച്ചൂരി കളയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എല്ലാം വലിച്ചു കീറി കളയാണ്. അവളുടെ ആ മഞ്ഞ ഫ്രോക്കൊക്കെ വലിച്ചു കീറി അവളെ ഇന്നേഴ്സിൽ മാത്രം ആക്കുന്നുണ്ട്. അതെന്ത് ജീവിയാണെന്ന് അറിയാൻ പാടില്ലാതെ അന്ന ആ ജീവിയുടെ കഴുത്ത് കടിച്ചു പറിക്കുന്നുണ്ട്. ആ ജീവി വയ്യാതെ തറയിൽ കിടക്കുമ്പോഴാണ് അതെന്താണെന്ന് അവൾക്ക് മനസ്സിലാവുന്നത്. അത് മറ്റാരുമല്ല, ഞരമ്പനാണ്. ഞരമ്പൻ അന്നേനെ ഉപദ്രവിക്കാനായിട്ട് നോക്കിയതാണ്. അവന്റെ ഒരു നിമിഷത്തെ സന്തോഷത്തിന് വേണ്ടി അവളെ ഉപദ്രവിക്കാനായിട്ട് നോക്കിയതാണ്. എന്നാൽ അവൾ കടിച്ച് പറിച്ചെടുത്തിട്ടുണ്ട് അവന്റെ കഴുത്ത്. അവൻ അവിടെ കിടന്ന് പെടയാണ്. പക്ഷെ അന്ന വിടില്ല. അന്ന പെട്ടെന്ന് തന്നെ അവിടെ നോടി രക്ഷപ്പെടും. അവൻ എണീക്കാനൊന്നും കഴിയുന്നില്ല. അവൻ എന്തായാലും മരിച്ചു പോവായിരിക്കും. അതേപോലാണ് അവന്റെ കഴുത്ത് കടിച്ച് പറിച്ചെടുത്തേക്കുന്നത്. പിന്നെ അവള് പേടിച്ച് ആ കാട്ടിന്റെ അകത്തോട്ട് ഓടിപ്പോകുമ്പോൾ അവള് താമസിച്ചിരുന്ന ആ വീട് കാണും. അവൾക്ക് ആ വീട് എങ്ങനെ മനസ്സിലായെന്ന് അറിയാമോ? അവള് ജനൽ വഴി പുറത്തോട്ട് നോക്കുന്ന സമയത്ത് അവിടെ ഒരു വാട്ടർ ടാങ്ക് ഉണ്ടായിരുന്നു. അത് അവള് കണ്ടു. ആ വാട്ടർ ടാങ്ക് വെച്ചിട്ടാണ് അവള് മനസ്സിലാക്കിയത് അത് അവള് താമസിച്ചിരുന്ന വീടാണെന്ന്. അതുകൊണ്ട് തന്നെ പതിയെ പതിയെ ആ വീടിന്റെ അകത്ത് കയറി ചെല്ലും. അവളുടെ റൂം കണ്ടെത്തും. ആ റൂമിൽ തന്നെ അവൾക്ക് പിടിക്കാനായിട്ട് പേടിയുണ്ട്. കാരണം അവൾ അന്ന് ഷോക്ക് അടിച്ചില്ലായിരുന്നു. എന്നാൽ ഇപ്രാവശ്യം പിടിക്കുമ്പോൾ ഷോക്ക് അടിക്കുന്നില്ല. പതിയെ അവൾ അവളുടെ കട്ടിൽ പോയി കിടന്നുറങ്ങും. വായിൽ തന്നെ ഒരുപാട് രക്തമൊക്കെ പറ്റിയിരിപ്പുണ്ട്. പിറ്റേന്ന് രാവിലെ തന്നെ അവൾ എണീറ്റിട്ട് ആ രക്തമൊക്കെ കഴുകി കളഞ്ഞ് കുളിച്ച് വൃത്തിയാവുന്നുണ്ട്. അവിടെ തന്നെ അവളുടെ കുറച്ചധികം ഡ്രസ്സ് ഇരിപ്പുണ്ട്. ആ ഡ്രസ്സൊക്കെ എടുത്തിട്ടിട്ട് പുറത്തിറങ്ങി നടന്നു പോകും. ആൾക്കാരൊക്കെ അവളെ രൂക്ഷമായിട്ട് നോക്കുന്നുണ്ട്. കാരണം ഒരു പെൺകുട്ടി ചെരുപ്പൊന്നും ഇടാതെ നനഞ്ഞ വേഷത്തിൽ നടന്നു പോവാണ്. ആ സമയം അങ്ങോട്ട് പോലീസ് ലേഡി വരും. എന്താ പറ്റിയെന്ന് ചോദിച്ച് അവളെ പിടിച്ച് വീട്ടിൽ കൊണ്ടുപോവാണ്. അവൾ വല്ലാത്ത രീതിയിൽ നനഞ്ഞിട്ടൊക്കെയാണ് വന്നേക്കുന്നത്. അവൾക്ക് കഴിക്കാനായിട്ട് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. എന്നാൽ അതൊന്നും അവൾ കഴിക്കുന്നില്ല. അന്ന ഒന്നും മിണ്ടാതിരിക്കുകയാണ്. പോലീസ് ലേഡി പതിയെ വന്ന് അന്നയോട് പറയും, നീ പേടിക്കണ്ട, ഞാൻ നിന്നെ സഹായിക്കാം. കഴിഞ്ഞ രാത്രി എന്താ ഉണ്ടായെന്ന് മാത്രം പറഞ്ഞാൽ മതിയെന്ന്. എന്നാൽ അവൾ പറയുന്നില്ല. ആ സമയം പുറത്ത് കോണിംഗ് ബെല്ല് കേൾക്കും. ആരാന്ന് ചെന്ന് പോലീസ് ലേഡി നോക്കുന്ന സമയത്ത് അന്നയുടെ വായിൽ നിന്ന് പല്ലൂരി വരുന്നുണ്ട്. അതായത് കൊഴിഞ്ഞു പോകുന്നുണ്ട്. അന്ന ഇത് ആരും കാണാതെ മറച്ചു വയ്ക്കും. ആ സമയം പുറത്തു വന്ന ആരും മറ്റാരുമല്ല, അയാളും പോലീസിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. കഴിഞ്ഞ രാത്രി മറ്റവന്റെ കഴുത്ത് കടിച്ചെടുത്തില്ലേ, അതൊന്നും അവർ കണ്ടെത്തിയിട്ടില്ല. പക്ഷെ ആ പയ്യനെ കാണാതെ പോയെന്ന് അവർ കണ്ടെത്തിയിട്ടുണ്ട്. ആ പയ്യൻ എവിടെ പോയി? ആ പയ്യനുള്ള പാർട്ടിയിൽ തന്നെ അന്നയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അന്നയെ ചോദ്യം ചെയ്യണമെന്ന് പറയുമ്പോൾ പോലീസ് ലേഡി സമ്മതിക്കുന്നില്ല. അവളിപ്പം അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലല്ല. എന്തെങ്കിലും ചോദ്യം ചെയ്യണമെങ്കിൽ ഞാൻ ചോദ്യം ചെയ്തോളാം, നിങ്ങളിപ്പോൾ തൽക്കാലത്തേക്ക് പോയെന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പറഞ്ഞയക്കും. പിന്നീട് പോലീസ് ലേഡി വന്ന് നോക്കുമ്പോൾ അന്നേനെ കാണാനില്ല. അന്ന ഈ സമയം കൊണ്ട് ബാത്റൂമിലോട്ട് ഓടിപ്പോയി. കാരണം പല്ല് കൊഴിഞ്ഞത് മറക്കണ്ടേ. ഇതിനുശേഷം അന്ന റൂമിൽ പോയിരിക്കും. അങ്ങോട്ട് തന്നെ പോലീസ് ലേഡി വരും. അവളോട് നീ എന്താ മറക്കുന്നത് എന്നോട് പറയുന്നത് ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട്. കാരണം പോലീസ് ലേഡിക്ക് തന്നെ ദേഷ്യമാവുന്നുണ്ട് ഇവളിതൊന്നും പറയാതെ മറച്ചു വെക്കുന്നത് കൊണ്ട് തന്നെ. ആ സമയം അനിയനോട് അകത്തോട്ട് കയറി വരും. ചേച്ചി ദേഷ്യപ്പെടണ്ട, ഞാൻ അവളോട് സംസാരിക്കാം, ഞാൻ അവളോട് ഒറ്റയ്ക്ക് സംസാരിക്കാന്ന് പറഞ്ഞിട്ട് ചേച്ചിനെ അവിടുന്ന് പുറത്താക്കിയിട്ട് അവൻ അന്നയോട് വന്ന് സംസാരിക്കും. നീ പേടിക്കണ്ട, നിന്റെ കൂടെ തന്നെ ഞാൻ കാണും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. കഴിഞ്ഞ രാത്രി നിന്റെ വായിന്ന് ബ്ലഡ് വന്ന കാര്യമൊന്നും ഞാൻ പറയില്ല. എന്താ സംഭവം, നിന്റെ വായിൽ എങ്ങനെ ബ്ലഡ് വന്നെന്ന് പറഞ്ഞിട്ട് അവൻ അവളുടെ വാ തുറന്നു നോക്കും. തുറന്നു നോക്കുന്ന സമയത്ത് അവളുടെ വായിൽ പല്ലില്ല. അതായത് 1-2 പല്ല് മാത്രമേ ബാക്കിയുള്ളൂ. ബാക്കിയുള്ള എല്ലാ പല്ലും കൊഴിഞ്ഞു പോയിട്ടുണ്ട്. ഇത് കാണുന്ന അവൻ ടെൻഷനായിട്ട് ചേച്ചീനെ വിളിക്കാനായിട്ട് ചെല്ലും. അവൻ വിളിച്ചു പറയുന്നുണ്ട്, ചേച്ചി അവൾക്ക് എന്തോ രോഗമുണ്ട്, പെട്ടെന്ന് തന്നെ
അന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്ന്. എന്നാൽ അന്ന ഇതൊന്നും കൂസലാക്കാതെ അവിടെ ഇരിപ്പുണ്ട്. അവൾക്ക് ഇതൊന്നും ഒരു പുത്തരിയല്ല. അവൻ വിളിക്കാൻ പോകുന്ന സമയത്ത് അന്നയ്ക്ക് വീട്ടിലിരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ജനൽ വഴി പുറത്തോട്ടിറങ്ങി ഓടി ഒരു മലമുകളിൽ വരുന്നുണ്ട്. രാത്രി ആവുന്നുണ്ട്. അവൾ ഒറ്റയ്ക്കാണ്. രാത്രി ആയതുകൊണ്ട് തന്നെ അവള് ഫുഡ് കഴിക്കാത്തതും കൊണ്ട് തന്നെ അവൾക്ക് നല്ല രീതിയിൽ വിശക്കുന്നുണ്ട്. പക്ഷേ ഇറച്ചിയുടെ മണം അടിക്കുന്നുണ്ട്. ആ മണം പിടിച്ച് അങ്ങോട്ട് ചെല്ലുമ്പോൾ നമ്മൾ നേരത്തെ ഒരു മനുഷ്യനെ കണ്ടില്ലായിരുന്നോ, ഊളന്റെ ഡ്രസ് ഇട്ട മനുഷ്യൻ. ഈ ഊളൻ എന്ന് പറഞ്ഞാൽ ചെന്നായിയാണ് കേട്ടോ. ആ ചെന്നായിയുടെ ഡ്രസ് ഇട്ട മനുഷ്യൻ. ആ മനുഷ്യൻ അവിടെ നിന്ന് എന്തിനെ ചുട്ടു തിന്നുകയാണ്. അന്ന ചെന്ന് കൊതിയോടെ നോക്കുമ്പോൾ അയാൾ കുറച്ചെടുത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അവളുടെ ഈ ഇറച്ചി കൊതി, അതായത് ഒരു മനുഷ്യൻ കഴിക്കുന്നത് പോലല്ല അവള് കഴിക്കുന്നത്. ഇറച്ചി കിട്ടിയപ്പോൾ ഷടപടാന്ന് പറഞ്ഞിട്ടാണ് അവള് കഴിച്ചേക്കുന്നത്. പെട്ടെന്ന് തന്നെ ഒരു മൃഗം എങ്ങനെയാണോ കഴിക്കുന്നത് അതുപോലെ. ഇത് കണ്ടപ്പോൾ ഇയാൾക്ക് ഡൗട്ട് ആവുന്നുണ്ട്. പതിയെ അവളുടെ അടുത്ത് ചെന്നിട്ട് അവളുടെ വാ പിടിച്ച് തുറന്നു നോക്കാണ്. അവളുടെ കയ്യിലെ നഖമൊക്കെ നോക്കുന്നുണ്ട്. നീ അപ്പൊ മനുഷ്യനല്ലേ? ഞാൻ വിചാരിച്ചു എല്ലാ ആൾക്കാരും തീർന്നു കാണുമെന്ന് നിന്റെ വർഗത്തിലുള്ള. എന്നാൽ എല്ലാരും തീർന്നിട്ടില്ല. നീ ബാക്കിയുണ്ടല്ലേ. നിന്റെ കുടുംബക്കാരെ പറ്റി നിനക്ക് അറിയണമെങ്കിൽ ഇന്ന് അറിഞ്ഞോന്ന് പറഞ്ഞിട്ട് ഒരു പന്തം കത്തിച്ച് അവളുടെ കൊടുക്കും. ഒരു സ്ഥലത്തോട്ട് അവളെ കയറ്റി വിടുകയാണ്. അയാൾ പറഞ്ഞതുകൊണ്ട് തന്നെ അവളുടെ കുടുംബക്കാരെ പറ്റി അറിയാനായിട്ട് അവൾ ആ പന്തം കത്തിച്ച് നേരെ ഒരു ഗുഹയിൽ ചെല്ലും. അവിടെ ചെല്ലുമ്പോൾ അവൾക്ക് എന്തോ ഒരു മൃഗത്തിന്റെ തലയോട്ടി കിട്ടുന്നുണ്ട്. അത് മനുഷ്യൻ തന്നെയാണ്. എന്നാൽ മനുഷ്യനെ മോഡിഫൈ ചെയ്ത പോലത്തെ ഒരു മൃഗം. മനുഷ്യൻ ഇത്തിരി കൂടെ വലിയ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ. അഡ്വാൻസ്ഡ് ആയിട്ടെന്ന് പറയാൻ പറ്റത്തില്ല. ഇത്തിരി കൂടെ വലിപ്പം കൂടിയ വലിയ പല്ലുകളൊക്കെ ഉള്ള ഒരു മനുഷ്യൻ. അതിന്റെ തലയോട്ടിയാണ് കിട്ടിയിരിക്കുന്നത്. അതിന്റെ തലയോട്ടിയുടെ പിന്നിൽ തന്നെ എന്തോ ഒരു ഹോളും ഉണ്ട്, വെടി കൊണ്ടതുപോലെ. അവൾ ആ തലയോട്ടി എടുത്ത് കയ്യിൽ പിടിക്കുന്ന സമയത്ത് എന്താ പറ്റിയെന്ന്, ആ ഒരു തലയോട്ടിയുള്ള ആ ഒരു മൃഗത്തിന് എന്താ പറ്റിയെന്ന് അവൾക്ക് സെൻസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അത് അവളുടെ മൈൻഡിലോട്ട് വരുന്നുണ്ട്. അത് അവളുടെ കഴിവാണ്. അപ്പൊ അവള് സാധാരണ ഒരു മനുഷ്യനല്ല. അത് വേറൊന്നുമല്ല, അവളെ നോക്കി വളർത്തിയ ഒരു അച്ഛനില്ലേ, ആ അച്ഛനാണെങ്കിൽ ഈ ഒരു മൃഗത്തിനെ വെടിവെച്ചിട്ടുണ്ടായിരുന്നു. ഈ തലയോട്ടിയിൽ ഹോളുള്ള മൃഗത്തിനെ വെടിവെച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ആ മൃഗം പ്രഗ്നന്റ് ആയിരുന്നു. അപ്പൊ ആ പ്രഗ്നന്റ് ആയിട്ടുള്ള മൃഗത്തിന്റെ കുട്ടീനെ ഇയാൾ എന്തോ ചെയ്തിട്ടുണ്ട്. ഇയാൾ അതിനെ കയ്യിൽ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോ ആ കുട്ടി ആരാണെന്ന് നമുക്കറിയാൻ പാടില്ല. അത് മുമ്പോട്ട് പോകുമ്പോൾ മനസ്സിലാക്കാം. അന്നെ ആകെ പേടിച്ച് നേരെ അയാൾ കിടക്കുന്ന ഹോസ്പിറ്റലിൽ ചെല്ലാം. ഇവൾക്ക് നല്ല സൂപ്പർ സ്പീഡൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആരും ഇവളെ കണ്ടുപിടിക്കുന്നില്ല. അച്ഛൻ കിടക്കുന്നിടത്ത് വന്ന് നോക്കും. അച്ഛൻ ഇപ്പൊ ബോധം വന്നിട്ടുണ്ട്. ഇവള് വന്നെന്ന് മനസ്സിലാക്കിയിട്ട് ഇവളെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. അന്നെ ഇത് കണ്ട് പേടിച്ചിട്ട് അവിടെ നിന്ന് മാറിപ്പോവാണ്. കട്ട് ചെയ്താൽ പോലീസ് ലേഡി ആ പയ്യനെ കണ്ടെത്തിയ ഫയല് പരിശോധിക്കുകയാണ്. ആ പയ്യനെ പോലീസുകാർ കണ്ടെത്തിയിട്ടുണ്ട്. അവൻ ദുരൂഹമായ രീതിയിലാണ് മരണപ്പെട്ടേക്കുന്നത്. എന്തോ ഒരു മൃഗം കടിച്ചതുപോലെ. ആ ഫയലിനെ പറ്റി പരിശോധിച്ചിരിക്കുമ്പോൾ അങ്ങോട്ട് അന്ന പേടിച്ച് കയറി വരുന്നുണ്ട്. അവള് വന്നിട്ട് പോലീസ് ലേഡീനെ കെട്ടിപ്പിടിക്കുകയാണ്. ഇവളുടെ കയ്യിലുള്ള നഖത്തിനൊക്കെ ഒരുപാട് നീളം കൂട്ടിയിട്ടുണ്ട്. ഇത് കാണുന്ന പോലീസ് ലേഡിക്ക് എന്തോ ഒരു ഡൗട്ട്. ഇനിയിപ്പോ ആ പയ്യനെ എവളാണെങ്കിലോ കൊന്നത്. അതുകൊണ്ട് തന്നെ പതിയെ പോലീസ് ലേഡി അവളുടെ കയ്യിൽ വിലങ്ങ് വയ്ക്കുന്നുണ്ട്. കാരണം ഇവളുടെ കൈക്കാണ് ഇത്രയും നീട്ടമുള്ളത്, കൈയുടെ നഖത്തിനാണ് ഇത്രയും നീട്ടമുള്ളത്. അതുകൊണ്ട് തന്നെ അവര് സംശയപ്പെട്ട് അവളുടെ കയ്യിൽ വിലങ്ങ് വയ്ക്കുന്നുണ്ട്. അനിയും വേണ്ടാന്ന് പറയുമെങ്കിലും അവനെ സമ്മതിക്കത്തില്ല എതിർക്കാനായിട്ട്. മറ്റവനെ എവളാണ് കൊന്നതെന്ന് പറഞ്ഞിട്ട് പോലീസ് ലേഡി ആകെ വിഷമിച്ച് ഇവളെ പിടിച്ചോണ്ട് പോവുകയാണ്. ഇവളെ കൊണ്ടുവന്നിടുന്നത് ജയിലിലാണ്. അതല്ല, ഇവള് പിണങ്ങി. പോലീസ് ലേഡി ഇവളെ പിടിച്ച് ജയിലിൽ ഇട്ടില്ലേ. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവള് തിരിഞ്ഞൊന്നും നോക്കുന്നില്ല. ഇവളുടെ പല്ല് വളർന്നു വരുന്നുണ്ട്. അതായത് മൂർച്ചയുള്ള, നമ്മളെ നേരത്തെ കണ്ടില്ലേ തലയോട്ടിയില്, അതേപോലത്തെ പല്ല് വരുന്നുണ്ട്. അപ്പൊ ഇവള് മനുഷ്യനല്ല, എന്തോ ഒരു തരം മൃഗമാണ്. മനുഷ്യനും ആ മൃഗം ഒത്തുചേർന്ന എന്തോ ഒരു ജീവി. അന്ന് അയാൾക്ക് കിട്ടിയ കുട്ടി മറ്റാരുമല്ല, അത് അന്ന തന്നെയാണ്. പിന്നെ അന്നയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഫുഡ് കൊണ്ട് കൊടുക്കാനായിട്ട് പോലീസ് ലേഡി വരുന്നുണ്ട്. അവള് ഇറച്ചി മാത്രമേ കഴിക്കുന്നുള്ളൂ. ഇറച്ചി മാത്രം ഒരുപാട് ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്. ഇവൾക്ക് കാവലായിട്ട് റോജർ എന്ന് പറഞ്ഞ ഒരാളും ഉണ്ട്. നേരത്തെ പോലീസ് ലേഡിയുടെ വീട്ടിൽ ഒരാൾ വന്നില്ലേ, അയാള് തന്നെ. അയാളെ നമുക്ക് റോജർ എന്ന് പറയാം. അയാളാണ് കാവല് നിൽക്കുന്നത്. രാത്രിയാവുന്ന സമയത്ത് അന്നേനെ കാണാനായിട്ട് അന്നേനെ എടുത്ത് വളർത്തിയ അച്ഛൻ വരുന്നുണ്ട്. അയാൾ എന്തോ ഒരു തരം സിറിഞ്ചായിട്ടാണ് വന്നിരിക്കുന്നത്. അതിനകത്ത് വിഷമാണുള്ളത്. അത് കുത്തിവെച്ച് അന്ന മരിച്ചു. അന്നയ്ക്ക് ഒന്ന് കൊടുക്കും. നിനക്ക് ഒരുപാട് അടിപൊളിയായിട്ടുള്ള സ്ഥലത്ത് പോവാം. അവിടെ പോവാണെങ്കിൽ നിനക്ക് അടിപൊളിയായിട്ട് ജീവിക്കാം. ഈ മരുന്ന് കുത്തിവെച്ചാൽ മതി. ഇന്നാ കുത്തിവെക്കുമെന്ന് പറഞ്ഞിട്ട് അന്നയ്ക്ക് ആ മരുന്ന് കൊടുക്കും. അന്ന അച്ഛനെ വിശ്വസിച്ച് പതിയെ ആ മരുന്നെടുത്ത് വയറ്റിൽ കുത്താൻ നിൽക്കുമ്പോൾ അവൾക്ക് വയറ് നല്ല രീതിയിൽ വേദന എടുക്കുന്നുണ്ട്. ഇഞ്ചക്ഷൻ കയറുമ്പോഴേ. അതുകൊണ്ട് തന്നെ അവളെ കൊണ്ട് കഴിയുന്നില്ല. അവൾ ആ ഇഞ്ചക്ഷൻ എടുത്ത് തറയിൽ കളയും. അച്ഛനോട് ചോദിക്കും, എന്തിനാ അച്ഛൻ എന്നോട് ഇങ്ങനെ ചെയ്യുന്നത്? അച്ഛന് നേരത്തെ പറഞ്ഞുവിടായിരുന്നോ ഞാനാണ് ആ ഒരു ഭീകര ജീവിയെന്ന്? അന്നയ്ക്ക് മനസ്സിലായി അവളാണ് ഭീകര ജീവിയെന്ന്. എന്നാൽ അച്ഛൻ ഇത് കേൾക്കുമ്പോൾ വിഷമാവും. അച്ഛൻ എനിക്കൊരു അബദ്ധം പറ്റിയതാന്ന് പറഞ്ഞ് വിഷമിച്ച് അവിടെ നിന്ന് മാറിപ്പോവും. റോജറിന്റെ തോളത്തൊന്ന് തട്ടിയിട്ടാണ് പോകുന്നത്. അതായത് റോജറിനോട് എന്തോ ചെയ്തു തീർക്കാനായിട്ട് പറഞ്ഞിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ റോജർ തിരിച്ചു വരും. ആ ഇഞ്ചക്ഷൻ തറയിൽ കിടപ്പുണ്ട്. അന്നെ എടുത്ത് കുത്താനായിരിക്കും. പക്ഷെ അയാൾക്ക് പേടിയാവുന്നുണ്ട്. അന്ന നല്ല രൂക്ഷമായിട്ട് തന്നെ നോക്കി നിൽപ്പുണ്ട്. ഇനി എന്തേലും ചെയ്താലോ? ഇവള് സാധാരണ ഒരു മനുഷ്യത്തി അല്ല എന്ന് അയാൾക്ക് മനസ്സിലായിട്ടുണ്ട്. റോജറിന് മനസ്സിലായിട്ടുണ്ട്. റോജറിനും അച്ഛനും സംഭവം അറിയാം. പക്ഷെ നമ്മുടെ പോലീസ് ലേഡിക്ക് സംഭവം അറിയത്തില്ല. പിറ്റേന്ന് രാവിലെ അന്നേനെ കാണാനായിട്ട് പോലീസ് ലേഡി വരുന്നുണ്ട്. ജയിലിൽ നോക്കുമ്പോൾ അന്നേനെ കാണാനില്ല. അന്ന കട്ടിലിന്റെ അടിയിൽ കയറി കിടന്നുറങ്ങുകയാണ്. എന്താ മോളെ ഇങ്ങനെ കിടക്കുന്നത്? മണ്ടേ കയറി കിടന്നൂടെ എന്ന് പറഞ്ഞിട്ട് പോലീസ് ലേഡി അകത്തോട്ട് കയറി ചെല്ലും. എന്നാൽ അന്ന ആരാ മോള്? പോലീസ് ലേഡിയുടെ കാല് പിടിച്ച് തറയിട്ടിട്ട് അന്ന ജയിലിൽ നിന്ന് ഇറങ്ങി ഓടി രക്ഷപ്പെടും. നേരെ പുറത്തു വരുമ്പോൾ അവിടെ തന്നെ
പയ്യൻ കിടപ്പുണ്ട്. അവന്റെ കാറിൽ കയറിയിട്ട് പെട്ടെന്ന് പോകും, നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാന്ന് പറഞ്ഞ് അവനെ കൊണ്ട് കാർ അടിപ്പിച്ചിട്ട് രണ്ടുപേരും കൂടെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവാണ്. അവൻ എങ്ങോട്ടാ പോകേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അവൾക്കും അറിയത്തില്ല. അവള് നോർത്തേൺ ലൈറ്റ് ഉള്ള ഭാഗത്തോട്ട് പോകാൻ പറയും. അവർ രണ്ടുപേരും ഒരു ലൈറ്റ് കാണാനായിട്ട് ആഗ്രഹിച്ചില്ലേ, അങ്ങോട്ട് പോകാൻ പറയും. എന്നാൽ അനിയന് നന്നായിട്ട് അറിയാം ഈ വണ്ടി കൊണ്ട് പോയാൽ പോലീസുകാർ എന്തായാലും ട്രാക്ക് ചെയ്ത് വരും. കാരണം ഇത് പോലീസ് വണ്ടിയാണ്, ചേച്ചിയുടെ വണ്ടിയാണ്, അത് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ വണ്ടി ഒരു സൈഡിൽ ഒതുക്കും. നീ എന്താ ഇങ്ങനെ പെരുമാറുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാനൊരു മൃഗമാണ്, ഞാനൊരു ഭീകര ജീവിയാണെന്ന് പറയും. പക്ഷേ അവന് ഇതൊന്നും കേട്ടിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇവൻ പറഞ്ഞിട്ട് വിശ്വസിക്കാത്തത് കൊണ്ട് തന്നെ ഇവനോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങി ഓടും. പിന്നാലെ തന്നെ ഞാൻ നിന്നെ സഹായിക്കാന്ന് പറഞ്ഞിട്ട് അവനും കൂടെ ചെല്ലുന്നുണ്ട്. എന്നാൽ അവള് ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ഓടിപ്പോവാണ്. രാത്രിയാവുന്ന സമയത്തും അവൻ അവളെ കിട്ടിയിട്ടില്ല. അവൻ അവളെ തപ്പി കാട്ടിലെല്ലാം നടക്കാണ്. അങ്ങനെ നടന്ന് ഒരു അരുവിയുടെ സൈഡിൽ ചെല്ലും. അവിടെ ചെല്ലുമ്പോൾ അവൾ ആ സൈഡിൽ കുളിക്കുകയാണ്, വെള്ളത്തിലിറങ്ങി കുളിക്കുകയാണ്. അവനും വെള്ളത്തിൽ ഇറങ്ങണമെന്നുണ്ട്. പതിയെ വെള്ളത്തിന്റെ അടുത്ത് ചെല്ലുമ്പോൾ ഒരുപാട് തണുപ്പാണ്. അതുകൊണ്ട് തന്നെ അവ ഇറങ്ങുന്നില്ല. ആ സമയം കൊണ്ട് അന്ന തിരിച്ച് നീന്തി അവന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞു. അവള് കുളിച്ചത് അവളുടെ ഡ്രസ്സ് ഇട്ടിട്ടാണ്, അവൾ ഇട്ടിരുന്ന ഡ്രസ്സ് ഇട്ടിട്ടാണ് കുളിച്ചത്. അതുകൊണ്ട് തന്നെ അവൾ ഒരുപാട് നനഞ്ഞിട്ടുണ്ട്. അവൾക്ക് തണുക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അനിയൻ കുറച്ച് വിറകൊക്കെ പറക്കി വെച്ച് തീ കത്തിക്കും. അവൾക്ക് ചൂട് കായാനായിട്ട്. ഇവൾ ആ ഡ്രസ്സ് ഇട്ടിരുന്നാലേ അവൾക്ക് എന്തായാലും പനി പിടിക്കും. അത് ഊരി ഞാൻ ഉണക്കി തരാന്ന് പറഞ്ഞിട്ട് അവളുടെ അടുത്ത് നിന്ന് ആ ഡ്രസ്സ് ഊരി വാങ്ങാണ്. ആ സമയം ഇവര് തമ്മി റൊമാൻറ്റിക് ആയിട്ട് നോക്കുന്നുണ്ട്. ഡ്രസ്സ് ഊരുന്ന സമയത്ത് അവൾ പെട്ടെന്ന് തന്നെ അവനെ കയറി കെട്ടിപ്പിടിക്കുകയാണ്. അവൻ തിരിച്ച് കെട്ടിപ്പിടിക്കുന്നുണ്ട്. അവൻ പിടിക്കുന്ന സമയത്ത് അവളുടെ മുതുകത്ത് കുറെ അധികം രോമം ഉള്ളതുപോലെ അവന് ഫീൽ ചെയ്യുന്നുണ്ട്. അവൻ എന്തോ ഒരു പേടി തോന്നുന്നുണ്ട്. അതായത് ഇവളുടെ ദേഹത്തെല്ലാം ഒരുപാട് രോമമുണ്ട്. അവൾക്ക് മനസ്സിലായി ഇവൾക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് അവൻ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ അവള് പതിയെ അവന്റെ അടുത്ത് നിന്നിട്ട് അവനോട് പറയും, നീ പേടിക്കണ്ട, ഞാൻ നിന്നെ കടിക്കുന്നില്ലാന്ന്. ഇത് കേൾക്കുന്ന അവൻ പെട്ടെന്ന് തന്നെ അവളെ കയറി ഉമ്മ വയ്ക്കും. അവളും തിരിച്ച് ഉമ്മ കൊടുക്കുകയാണ് അവന്. അങ്ങനെ അന്ന് രാത്രി ഇവര് തമ്മിൽ ഫിസിക്കലി ബന്ധപ്പെടുന്നുണ്ട്. ഓർക്കണം, അവള് സാധാരണ ഒരു മനുഷ്യത്തിയല്ല. സാധാരണ ഒരു മനുഷ്യനും സാധാരണ അല്ലാത്ത ഒരു മനുഷ്യത്തെയും തമ്മിൽ ബന്ധപ്പെടുന്നുണ്ട്. ഇതേ നേരം റോജർ ഒരു സ്ഥലത്തിരുന്ന് എന്തോ കഴിക്കുകയാണ്. ആ നേരം അങ്ങോട്ട് വളർത്തച്ഛൻ വരുന്നുണ്ട്, അന്നയുടെ വളർത്തച്ഛൻ. അയാൾ വന്നിട്ട് നമുക്ക് ഇന്ന് രാത്രി തന്നെ കുറെ ആൾക്കാരെ വിളിച്ചു കൂട്ടിയിട്ട് ആ മൃഗത്തിനെ പോയി കൊല്ലണമെന്ന് പറയും. പക്ഷെ റോജറിന് താല്പര്യമില്ല, എന്നെ കൊണ്ട് കഴിയില്ല, അതൊരുപാട് പാപമെന്ന് പറയുമ്പോൾ അയാൾ ഒരു ചുറ്റിക എടുത്തോണ്ട് വരും. അച്ഛനൊരു ചുറ്റിക എടുത്തോണ്ട് വന്നിട്ട് റോജറിനെ മിരട്ടും. കയ്യിലിരിക്കുന്ന ആ പാട്ടയൊക്കെ അടിച്ചു കളഞ്ഞിട്ട് മര്യാദയ്ക്ക് എന്റെ കൂടെ വന്നോണം, ഇത് നമ്മൾ തന്നെ തീർപ്പാക്കണമെന്ന് പറയും. ഇവര് പണ്ട് ഇങ്ങനത്തെ കുറെ മൃഗത്തിനെ കൊന്നിട്ടുണ്ടായിരുന്നു. ഇത് വേറൊരു ജീവിയാണ്, മനുഷ്യനെ പോലെ വേറൊരു ജീവിയാണ്, പക്ഷേ കുറച്ചുകൂടെ വലിയൊരു ജീവിയാണ്. പണ്ട് കുറെ ആൾക്കാർ വേട്ടയ്ക്ക് പോയി ഈ മൃഗത്തിനെ എല്ലാം കൊന്നു തീർത്തു. പക്ഷേ അച്ഛൻ ഒരു കുട്ടീനെ കളഞ്ഞു കിട്ടി. ആ കുട്ടിയാണ് അന്ന മാത്രമേ ഉള്ളൂ അവരുടെ സ്പീഷീസിൽ ബാക്കിയുള്ള ജീവൻ. എന്തായാലും രാവിലെ ആവുന്ന സമയത്ത് അന്ന ഉറക്കത്തിൽ നിന്ന് എണീക്കും. തൊട്ടടുത്ത് തന്നെ പയ്യനും കിടന്നുറങ്ങുന്നുണ്ട്. അവൾ അവളുടെ കാലിൽ ശ്രദ്ധിക്കുമ്പോൾ അവളുടെ കാലിൽ കൂർത്ത നഖങ്ങൾ വളർന്നു വരുന്നുണ്ട്. ഇത് കാണുന്ന അവൾക്ക് വിഷമാവും. തൊട്ടടുത്ത് തന്നെ അവൻ ഇരിപ്പുണ്ട്. നീ പേടിക്കണ്ട, ഇതൊന്നും അത്ര പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇതൊക്കെ നമുക്ക് മാറ്റാന്ന് അവൻ പറയും. അവൻ ഇതൊന്നും ഒരു പ്രശ്നമല്ല, അവൻ അവളെ ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ അവൾക്ക് നന്നായിട്ട് അറിയാം ഈ മനുഷ്യരൂപം കുറെ നാളൊന്നും നിലനിൽക്കത്തില്ല. ഈ മനുഷ്യരൂപത്തിൽ നിന്ന് മാറിയിട്ട് അവൾ പ്രത്യേകതര ഒരു മോൺസ്റ്റർ ആയിട്ട് മാറും. അത് അവനോട് പറയും. പക്ഷെ അവൻ പേടിക്കുന്നൊന്നുമില്ല. പിന്നീട് ഇവർക്ക് വീട്ടിൽ പോകാനായിട്ട് അന്നയുടെ പിന്നാലെ തന്നെ അവനും ചെല്ലുന്നുണ്ട്. അവൾ എങ്ങോട്ടാണോ പോകുന്നത് അവളുടെ പിന്നാലെ തന്നെ അവനും ചെല്ലും. അങ്ങനെ ഇവർ നടന്നു പോകുന്ന സമയത്ത് കുറെ അധികം വേട്ടപ്പട്ടികൾ ആ കാട്ടിലോട്ട് വരുന്നുണ്ട്. അന്നയ്ക്ക് ഇത് സെൻസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. വേട്ടപ്പട്ടികൾ അടുത്തെത്തിയെന്ന്. ഇവരെ പിടിക്കാനായിട്ട് വളർത്തച്ഛനും അതുപോലെ റോജറും വന്നിട്ടുണ്ട്. വേറെ കുറെ ആൾക്കാരും ഉണ്ട്. അവരിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് അന്ന ആ പയ്യനോട് കാര്യം പറഞ്ഞിട്ട് അവനെയും വിളിച്ച് ഓടും. ആരൊക്കെയോ ഇവരെ പിടിക്കാൻ വരുന്നുണ്ടെന്നേ. അങ്ങനെ അവർ ഓടി ഒരു കാട്ടിന്റെ ഭാഗത്ത് ചെല്ലാണ്, ഒരു പറമ്പ് പോലെ. പെട്ടെന്ന് തന്നെ ഒരു വെടിശബ്ദം കേൾക്കും. പയ്യൻ പെട്ടെന്ന് തന്നെ തറയിൽ വീണു. അവളും പിന്നാലെ തറയിൽ കിടക്കുന്നുണ്ട്. ഇവരെ കൊല്ലാനായിട്ട് ആൾക്കാർ വന്നതാണ്. അവനോട് പറയും, പേടിക്കണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ട്, ഇപ്പൊ തൽക്കാലത്തേക്ക് നമുക്ക് രക്ഷപ്പെടണമെന്ന് പറഞ്ഞിട്ട് അവനെയും കൊണ്ട് ആ സൈഡിൽ കൂടെ എഴയാനായിട്ട് തുടങ്ങും. ബാക്കിയുള്ള ആൾക്കാർ ഷൂട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇവരെ കിട്ടുന്നില്ല. ഇവരെങ്ങനെയൊക്കെ ഇഴഞ്ഞ് നടക്കുന്ന ഒരു ഭാഗത്ത് വന്നിട്ടുണ്ട്. അവിടെ നിന്ന് ഇറങ്ങി ഓടി ഒരു കൊക്കയുടെ മണ്ടല് ചെല്ലാണ്. താഴെ ആറാണ്, അതിനകത്തോട്ട് എടുത്ത് ചാടണം. അന്നെ പെട്ടെന്ന് തന്നെ അവനെ പിടിച്ച് അതിനകത്തോട്ട് മറിച്ചിടും. ഇല്ലെങ്കിൽ അവൻ ചാടില്ലല്ലോ, അവൻ പേടിച്ച് നിന്നെയാണ്. പിന്നാലെ തന്നെ അന്നെ എടുത്ത് ചാടും. ഇനി ആ 6 വഴി താഴോട്ട് നടന്നു പോകണം. ആദ്യം തന്നെ പയ്യൻ നടന്നു പോകും. പക്ഷേ അന്ന അവന്റെ പിന്നാലെ പോകുന്നില്ല. അവള് ചിന്തിച്ച് നിൽക്കുകയാണ്. അവന്റെ പിന്നാലെ പോയാൽ അവനും പ്രശ്നമാവത്തേ ഉള്ളൂ. അവനെയും ബാക്കിയുള്ള ആൾക്കാർ കൊന്നു കളയും. ഇപ്പൊ അന്നേനെ കൊല്ലാനായിട്ടാണ് ആൾക്കാർ വന്നേക്കുന്നത്. അവന്റെ കൂടെ പോവാണെങ്കിൽ അവനും അപകടം പറ്റുമെന്ന് വിചാരിച്ചിട്ട് അവള് തിരിച്ചു ഓടിപ്പോവും. പയ്യനാകെ വിഷമിച്ച് അവിടെ നിൽക്കുകയാണ്. തിരിച്ചു വന്ന് പറയുമ്പോൾ അവൾ വരുന്നില്ല. അവൾ ഓടി രക്ഷപ്പെട്ടു പോയി. ഈ സമയം ആ കാട്ടിലോട്ട് പോലീസ് ലേഡി വന്നെത്തിക്കഴിഞ്ഞു. പോലീസ് ലേഡി നോക്കുമ്പോൾ ദൂരെയായിട്ട് അനിയൻ വരികയാണ്. അനിയന് അപകടം പറ്റിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ അവന്റെ അടുത്തോട്ട് ഓടിച്ചെല്ലാം. നിന്നോട് ഇത് ആരാ ചെയ്തെന്ന് ചോദിക്കുമ്പോൾ അവൻ അറിയത്തില്ല ആരാ അവനോട് ഇത് ചെയ്തതെന്ന്. എന്തായാലും പോലീസ് ലേഡി അവനെ കെട്ടിപ്പിടിച്ച് സമാധാനപ്പെടുത്തും. അന്നെ എവിടെ പോയെന്ന് ചോദിക്കുമ്പോൾ അവൻ അറിയത്തില്ല. അവൾ ഓടി രക്ഷപ്പെട്ടു, എങ്ങോട്ടോ ഓടി രക്ഷപ്പെട്ടു പോയെന്ന് പറയും. അന്ന് രാത്രി അന്ന അവിടേക്ക് അലഞ്ഞു തിരിഞ്ഞ് നടക്കാണ്. അവൾ പേടിച്ചൊരു സ്ഥലത്തിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആ സമയം ആ കാട്ടിലോട്ട് റോജർ
റോജറും വളർത്തച്ഛനും പിന്നെ വേറെ കുറെ ആൾക്കാരും വരുന്നുണ്ട്. ഈ മൃഗത്തിനെ പിടിക്കാനായിട്ട്. അന്ന മൃഗമാണെന്ന് അവർക്കറിയാം, അവളെ പിടിക്കാനായിട്ടാണ് വന്നിരിക്കുന്നത്. എന്നാൽ അന്ന വിട്ടുകൊടുക്കത്തില്ല, എവിടേക്കോ ഒളിച്ചിരിക്കും. പിറ്റേ ദിവസം അന്ന ദേഹത്ത് കുറെ ചെളിയൊക്കെ വാരി പൂശുന്നുണ്ട്. അതുപോലെ തന്നെ പിറ്റേ ദിവസമായിട്ടും അവർ അന്വേഷണം നിർത്തിയിട്ടില്ല. ഈ മൃഗത്തിനെ കൊന്നിട്ടേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് അവർ നിൽക്കുന്നത്. അന്ന ദേഹത്ത് കുറെ ചെളിയൊക്കെ വാരി പൂശിയിട്ട് മരത്തിന്റെ മണ്ടയിൽ നോക്കി അവർ ഇരിക്കുന്നുണ്ട്. ഇനിയിപ്പോ അന്ന അവരെ ആക്രമിക്കോ അറിയാൻ പാടില്ല. പിറ്റേ ദിവസം പോലീസ് ലേഡി വീട്ടിൽ വരുന്നുണ്ട്. അവർ ആ ഫയലിനെ പറ്റി പരിശോധിക്കുകയാണ്. അവർക്ക് ഡൗട്ട് മൊത്തം അന്നേനെയാണ്. അന്ന ഇനിയിപ്പം അന്യനെ ഉപദ്രവിക്കാൻ വന്നതുകൊണ്ട് തന്നെ ആ പയ്യനെ ഉപദ്രവിച്ചിട്ട് ഓടിപ്പോയി, അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും ചെയ്തെന്നാണ് അവരുടെ ഡൗട്ട്. അന്ന് രാത്രി ആവുന്ന സമയത്ത് അന്ന കിടന്നുറങ്ങാണ്. പക്ഷെ ആ ഉറക്കത്തിന്റെ ഇടയിൽ തന്നെ അവൾ ഞെട്ടി എണീക്കുന്നുണ്ട്. അവള് സാധാരണ ഒരു മനുഷ്യത്തിൽ നിന്ന് എന്തോ ഒരു മൃഗമായിട്ട് ട്രാൻസ്ഫോം ആവുന്നുണ്ട്. അങ്ങനെ ആവുന്ന സമയത്ത് അവൾ ഒരുപാട് വേദന അനുഭവിക്കുന്നുണ്ട്. കൂർത്ത നഖങ്ങളും പല്ലുകളൊക്കെ വരുമ്പോൾ ഒരുപാട് വേദന അവളുടെ ശരീരത്തിലോട്ട് വരുന്നുണ്ട്. അവൾ അതൊക്കെ കൊണ്ട് തറയിൽ കിടന്ന് പെടയാണ്. അതേ നേരം അവളുടെ വളർത്തച്ഛൻ അയാളുടെ വീട്ടിൽ നിന്നിട്ട് കൈ മുറിച്ചിട്ട് ചോര ഒരു തരം പേപ്പറിലാക്കുന്നുണ്ട്. ഇനിയിപ്പം ചോരയുടെ മണം കിട്ടി അന്ന വന്നാലോ, അതുകൊണ്ടായിരിക്കാം. പിറ്റേ ദിവസം പയ്യൻ നടന്നു പോകുന്ന സമയത്ത് റോജറും പിന്നെ വേറെ കുറച്ച് ആൾക്കാരും പെട്രോളൊക്കെ നിറയ്ക്കുന്നുണ്ട് ക്യാനിൽ. അതൊക്കെ നിറച്ച് കാർ എടുത്ത് പോകാൻ നിൽക്കുമ്പോഴായിരിക്കും എവനെ കാണുന്നത്, അനീനെ കാണുന്നത്. അനീനെ കണ്ട ഉടനെ റോജർ വെപ്രാളപ്പെട്ട് അവിടെ നിന്ന് പോവാണ്. ഇനി ഇവിടെ നിന്നാൽ അവൻ പിന്തുടർന്ന് വന്നാലോ, അതുകൊണ്ടാണ്. അവര് പോയ ഉടനെ അവൻ ഫോണിനെടുത്ത് ചേച്ചിയെ വിളിച്ച് കാര്യം പറയും. ഇവരെന്തൊക്കെ ചെയ്യാൻ പോവാണ്, അന്നേനെ ഉപദ്രവിക്കാൻ പോവാണ്, അവർ ആ ഒരു ദിശയിലോട്ടാണ് പോയെന്ന് പറഞ്ഞു കൊടുക്കും. ഈ ഒരു വിവരം കിട്ടിയിട്ട് അനിയന്റെ ചേച്ചി അവിടെ ചെല്ലും കാട്ടില്. അതേ നേരം തന്നെ ബാക്കിയുള്ള ആൾക്കാരെല്ലാരും കാട്ടിൽ വന്നിട്ടുണ്ട്. അന്നേനെ ഉപദ്രവിക്കാനായിട്ട് നോക്കാണ്. എന്നാൽ അന്ന വിടത്തില്ല. അന്ന ഓരോരുത്തരെയായിട്ട് കൊന്നുകളയും. 1-2 പേരെ കൊല്ലുന്നുണ്ട്. പിന്നെ ഒരു മുത്തപ്പൻ ഇവളെ കൊല്ലാനായിട്ട് അവളുടെ പിന്നാലെ ചെല്ലും. ഇവള് നേരെ ഓടി ചെല്ലുന്നത് ആ ട്രാപ്പിലാണ്. എന്നാൽ അവൾക്ക് ആ കമ്പി അറിയാവുന്നത് കൊണ്ട് തന്നെ അതിനകത്ത് ചവിട്ടുന്നില്ല. പിന്നാലെ വരുന്ന അപ്പൂപ്പൻ ചവിട്ടും. ട്രാപ്പ് വന്ന് അങ്ങേറെ നെഞ്ചത്ത് തന്നെ കുത്തിക്കേറി അയാൾ അവിടെ മരണപ്പെടുകയാണ്. അതുമല്ല, അയാളുടെ പിന്നാലെ റോജർ ഉണ്ട്. റോജർ വന്ന് അന്നേനെ വിടിയിക്കാൻ നോക്കുമെങ്കിലും നടക്കത്തില്ല. ആ സമയമായിരിക്കും അങ്ങോട്ട് പോലീസ് ലേഡി വരുന്നത്. എന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ പോലീസ് ലേഡിയോട് പറയുന്നില്ല. പകരം പോലീസ് ലേഡിയെ തോക്കിന്റെ മുമ്പത്ത് നിർത്തുകയാണ്. പോലീസ് ലേഡീനെ കൊല്ലുമെന്ന് പറഞ്ഞിട്ട്. നീ ഇങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നു, വന്നതുകൊണ്ട് തന്നെ നീ ചാവണമെന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ പിറകിന്ന് ഇയാളെ ആക്രമിക്കും. ആര്? നമ്മുടെ അന്ന തന്നെയാണ്. അന്ന ഒരു മൃഗമായിട്ട് മാറിയിട്ടുണ്ട്. പോലീസ് ലേഡി ആകെ പേടിച്ചു പോയിട്ടുണ്ട്. റോജർ മരിച്ചുപോയി. പോലീസ് ലേഡി തോക്കെടുത്ത് അന്നയ്ക്ക് നേരെ ചൂണ്ടും. പക്ഷെ അന്നയുടെ വയറ് കാണിച്ചു കൊടുക്കും. അവള് പ്രഗ്നന്റ് ആണ്. അവളുടെ വയറ്റില് അനിയന്റെ കുട്ടിയുണ്ട്. അത് പോലീസ് ലേഡിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ പോലീസ് ലേഡി അന്നേനെ ഒന്നും ചെയ്യുന്നില്ല, അവളെ വെറുതെ വിടുകയാണ്. അവൾ ഇത്ര പെട്ടെന്ന് പ്രഗ്നന്റ് ആയിട്ടുണ്ട്. അതുമല്ല, വയറ് കുറച്ചുകൂടെ വലുതായിട്ടുണ്ട്. അതിനർത്ഥം ഈ ഒരു മൃഗത്തിന് കുറച്ച് മാസത്തിനുള്ളിൽ തന്നെ പ്രസവിക്കാൻ പറ്റും. മനുഷ്യരെ പോലെ 9 മാസം 9 ദിവസം ഇല്ല. പിന്നെ അന്ന ഒരു മോൺസ്റ്റർ ആയിട്ട് തന്നെ മാറിയിട്ടുണ്ട്. പക്ഷെ അവൾക്ക് ബുദ്ധിയുണ്ട്. കാരണം അവളെ വിദ്യാഭ്യാസം കൊടുത്ത് അച്ഛൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മനുഷ്യനെ പോലെ ചിന്തിക്കാനുള്ള കഴിവുണ്ട്. അവൾ അത്ര ഉപദ്രവകാരിയൊന്നും അല്ല. എന്നാൽ അവളെ ഉപദ്രവിക്കാൻ വന്നതുകൊണ്ട് തന്നെ അവൾ തിരിച്ചുപദ്രവിച്ചതാണ്. അവളുടെ വയറ്റിലുള്ള കുഞ്ഞിനെ പ്രൊട്ടക്ട് ചെയ്യണം, അതുകൊണ്ട് തിരിച്ചുപദ്രവിച്ചതാണ്. അന്ന് രാത്രി തന്നെ വളർത്തച്ഛനും വേറെ കുറെ ആൾക്കാരും വാങ്ങിച്ചുകൊണ്ട് വന്ന പെട്രോളൊക്കെ കാട്ടിന് ചുറ്റും ഒഴിച്ചിട്ട് അവിടെ തീയിടും. ഇത് പോലീസ് ലേഡി കാണുന്നുണ്ട്. പോലീസ് ലേഡി പെട്ടെന്ന് തന്നെ ബാക്കിയുള്ള ആൾക്കാരെ വിവരം അറിയിക്കും. പെട്ടെന്ന് തന്നെ ബാക്കപ്പ് വേണം, ഫയർഫോഴ്സിന് വേണം ഇത് അണയ്ക്കാനായിട്ടെന്ന്. ആ നേരം അന്ന ഈ തീയൊന്നും ശ്വസിക്കാൻ പറ്റാതെ ചൂട് കാരണം ഒരു സൈഡിൽ മാറിയിരിക്കും. എന്നാൽ അവൾക്ക് ശ്വാസം വിട്ടാണ്, മൊത്തം പുകയാണ്. കാട്ടിന് ചുറ്റും തീ പിടിച്ചിട്ടുണ്ട്. അവൾക്ക് ഓടി രക്ഷപ്പെടാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവൾ അവിടെ പേടിച്ച് ഇരുന്ന് ബോധം കെട്ടുപോകും. പിന്നീട് കണ്ണ് തുറക്കും. അവൾക്ക് ആ കുട്ടീനെ എങ്ങനെയെങ്കിലും രക്ഷിച്ചേ പറ്റൂ. കാരണം അവളുടെ വയറ്റില് അത് വളരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ രക്ഷിക്കാനായിട്ട് എങ്ങനെയൊക്കെ വലിഞ്ഞു പിടിച്ച് ആ ഒരു സൈഡിൽ കൂടെ കയറി ഒരു ഗുഹയിൽ ചെല്ലും. അത് മറ്റൊരു ഗുഹയല്ല, അവളുടെ അച്ഛന് കിട്ടിയ അല്ലെങ്കിൽ അവളുടെ അമ്മേനെ കൊന്ന ഗുഹ തന്നെയാണ്. അവൾ നേരത്തെ പന്തം കത്തിച്ചു വന്നില്ലേ, ആ ഗുഹ തന്നെ. അവൾ അവിടെ സമാധാനപ്പെട്ട് നിൽക്കുകയാണ്. കാരണം അങ്ങോട്ട് പുക വരുന്നില്ല. പെട്ടെന്ന് തന്നെ അവളുടെ മുതുകത്ത് ഒരു മയക്ക് സൂചി വന്ന് കയറും. അവള് ബോധം കെട്ട് തറയിൽ വീഴാണ്. ആ സമയം അങ്ങോട്ട് ഒരാൾ വരും. അത് മറ്റാരുമല്ല, വളർത്തച്ഛനാണ്. അയാൾ ഭയങ്കര അഹങ്കാരത്തോട് കൂടി വരുന്നുണ്ട്. അന്നയ്ക്ക് അനങ്ങാൻ പറ്റുന്നില്ല. നിന്നെ എനിക്ക് സെയിം ഇവിടെ നിന്ന് തന്നെയാണ് കിട്ടിയത്. നിന്റെ അമ്മേനെ ഞാൻ ഇവിടെ വെച്ചാണ് കൊന്നത്. അയാളുടെ കയ്യിൽ പന്തമുണ്ട്. അതാണ് അയാൾക്ക് വെളിച്ചം നൽകുന്നത്. അയാൾ നോക്കുന്ന സമയത്ത് അന്നയുടെ വയറ് വിയർത്തിരിപ്പുണ്ട്. അതായത് നല്ല പെരുകിയിരിപ്പുണ്ട്. അയാൾക്ക് മനസ്സിലായി അന്ന പ്രഗ്നന്റ് ആണെന്ന്. പതിയെ അയാൾ അവളുടെ അടുത്ത് ചെന്നിട്ട് അവളുടെ വയറ് പച്ചയ്ക്ക് കുത്തി കീറുകയാണ്. ആ കുട്ടീനെ പുറത്തെടുക്കാനായിട്ട് ഇനി അയാളുടെ പ്ലാൻ ആ കുട്ടീനെ കൊണ്ടുപോയി എവളെ വളർത്തിയത് കണക്ക് തന്നെ പൂട്ടിയിട്ട് വളർത്താനാണ്. അവളുടെ അടുത്ത് ഭയങ്കര അഹങ്കാരത്തോട് കൂടി പറയും, ഇതൊരു പെൺകുട്ടിയാണെങ്കിൽ ഞാൻ അവൾക്ക് അന്നാന്ന് തന്നെ പേരിടുമെന്ന്. ഇത് കേൾക്കുമ്പോൾ അവൾക്ക് സഹിക്കത്തില്ല. അവളെ എങ്ങനെയാണോ വളർത്തിയത് അതുപോലെ വളർത്താനാണ് ഇങ്ങേരുടെ പ്ലാൻ. അന്നെ വിടില്ല. അവൾ ഒട്ടും വയ്യെങ്കിലും അവളുടെ കൈ പൊക്കി ഇയാളെ ഒറ്റ അടിയാണ്. ഇയാളുടെ കയ്യിലിരിക്കുന്ന പന്തം തെറിച്ചുപോയി. ഇയാൾക്ക് മനസ്സിലായി ഇയാളുടെ കാര്യത്തിൽ തീരുമാനമായെന്ന്. ഇയാൾ പേടിച്ച് അങ്ങനെ നിൽക്കുന്ന സമയത്ത് അന്ന തൊട്ട് ഫ്രണ്ടിൽ വന്ന് വാ പൊളിച്ച് നിൽക്കും. ഒറ്റക്കടിയാണ്. കഴുത്ത് കടിച്ചു പറിച്ചെടുത്തിട്ടുണ്ട്. അയാൾ അവിടെ വെച്ച് മരണപ്പെട്ടു പോകുന്നുണ്ട്. ഇതിനുശേഷം അന്ന ഭയങ്കര രീതിയിൽ നിലവിളിക്കുന്നുണ്ട്. ആ ഒരു മൃഗത്തിന്റെ രീതിയിൽ കരയുന്നുണ്ട്. അന്നയുടെ ദേഹത്തെല്ലാം ഒരുപാട്
ഒരുപാട് പൂടയൊക്കെ വന്നിട്ടുണ്ട്, രോമം വന്നിട്ടുണ്ട്, ഒരു പ്രത്യേകതരം ഭീകരജീവിയായിട്ട് മാറിയിട്ടുണ്ട്. എന്നാൽ അവൾ വലിയ ഉപദ്രവകാരിയല്ല, അവളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ മാത്രം തിരിച്ചുപദ്രവിക്കും. പിന്നെ ഇത് മനുഷ്യനെ പോലത്തെ ഒരു ജീവിയാണ്. അങ്ങനത്തെ ഒരു ജീവി അല്ലെങ്കിൽ ഒരിക്കലും അനിയനും അവൾക്കൊരു കുട്ടി ഉണ്ടാവത്തില്ല. മനുഷ്യനും ഇതും റിലേറ്റഡ് ആണ്, അതുകൊണ്ടാണ് ആ കുട്ടി ഉണ്ടായത്. അവൾ നിലവിളിച്ചതിന് ശേഷം അവിടെ തന്നെ ബോധം കെട്ട് വീഴും. പിന്നീട് അവൾ കണ്ണു തുറക്കുന്ന സമയത്ത് അവളുടെ വലിച്ചു കീറിയ വയർ ആരോ തുന്നി കെട്ടി കൊടുക്കുന്നുണ്ട്. അത് മറ്റാരുമല്ല, നമ്മൾ നേരത്തെ കണ്ട ആ മനുഷ്യനാണ്, ആ ഒരു ചെന്നായിയുടെ തുണിയിട്ട മനുഷ്യൻ. അയാൾ പേടിക്കണ്ട, ഞാൻ നിനക്ക് വെച്ച് കെട്ടിത്തരാന്ന് പറഞ്ഞിട്ട് അവളുടെ മുറിവൊക്കെ വെച്ച് കെട്ടി കൊടുക്കുന്നുണ്ട്. അവളെ ഉപദ്രവിക്കുന്നൊന്നുമില്ല. അങ്ങനെ നല്ലൊരു മനുഷ്യനാണ്. അങ്ങനെ 2-3 ദിവസത്തിന് ശേഷം പോലീസ് ലേഡിയും അതുപോലെ തന്നെ അനിയനും അന്നേനെ തപ്പി നടക്കുന്നുണ്ട്. അന്ന എവിടെ പോയെന്നറിയാതെ. ആ സമയം അനിയൻ ഒരു കാര്യം കാണും, പോലീസ് ലേഡീനെയും വിളിച്ച് കാണിച്ചു കൊടുക്കും. നോക്കുമ്പോൾ അന്ന ദൂരത്ത് നിൽക്കുകയാണ്, അവളുടെ കയ്യിൽ തന്നെ ആ കുട്ടിയുണ്ട്. അവൾ അവർക്ക് കാണിച്ചു കൊടുത്തതാണ്, ഞാൻ സേഫ് ആണ്, നിന്റെ കുട്ടി എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്, നീ പേടിക്കണ്ടെന്ന്. ഇത് കാണിച്ചു കൊടുത്തിട്ട് അവൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു പോവുകയാണ്. ഇതിനുശേഷം അവൾ ഏതോ മഞ്ഞ് മലയുള്ള ഭാഗത്ത് വന്നിട്ടുണ്ട്. അവിടെ വന്നിട്ട് അവളുടെ കുട്ടിക്ക് പാല് കൊടുക്കുന്നതായിട്ട് കാണിച്ചുകൊണ്ട് 2018 പുറത്തിറങ്ങിയ ഈ ഒരു മൂവി ഇവിടെ അവസാനിക്കുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ്? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ, അതുപോലെ ഹൈപ്പ് ചെയ്തേക്കൂ, ഒരുപാട് ഉപകാരപ്രദമായിരിക്കും. എന്നാൽ പിന്നെ അടുത്തൊരു സിനിമയായിട്ട് കാണും വരെ ഓക്കെ ബൈ.